അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ജയ് ഭീം, നമോ ബുദ്ധായ. നാളെയാണ്, അതായത് മെയ് 12-നാണ് ഈ 2025 ബുദ്ധപൂർണിമ വരുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ബുദ്ധിസ്റ്റ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്കിൽ ഇങ്ങനെ ഒരു ടോക്ക് നമുക്ക് വെക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാമെന്ന് കരുതുന്നു. നമുക്കറിയാവുന്നതുപോലെ ക്രിസ്തു വർഷം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ക്രിസ്തുവിന് മുൻപ് 563 വർഷങ്ങൾക്ക് മുൻപാണ് ബുദ്ധന്റെ ജനനം. ഏറെക്കുറെ കണക്കാക്കിയിരിക്കുന്ന അപ്പോഴാണ് 563 BC. അതിനുശേഷം അദ്ദേഹം ഒരു 35-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ബോധോദയം കിട്ടുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നിർവാണാവസ്ഥ ഒരു 7 ആഴ്ചകൾക്ക് ശേഷം, ബോധോദയത്തിന് ശേഷം ഒരു 7 ആഴ്ചകൾക്ക് ശേഷം പൂർണ്ണമായ സംബുദ്ധനാവുന്നു. പിന്നീടുള്ള ഒരു 45 വർഷത്തോളം അദ്ദേഹം മനസ്സിലാക്കിയ ആ ദർശനങ്ങൾ ഇന്ത്യയിൽ എല്ലാ ആൾക്കാരിലും പരത്താനും പടർത്താനും പഠിപ്പിക്കാനുമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. 80-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പരിനിർവാണം പ്രാപിക്കുന്നത്. ആ ദർശനം ഇന്ത്യ ഒട്ടാകെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭിക്ഷു സംഘത്തെ അദ്ദേഹം ഉണ്ടാക്കുകയും ആ ഭിക്ഷു സംഘത്തിനെ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തേക്ക്, നാനാഭാഗത്തേക്ക് അവരെ അയക്കുകയും അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി അത് പഠിപ്പിക്കുകയും ആൾക്കാരെ ബോധവാന്മാരാക്കുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു വെളിച്ചം കൊണ്ടുവരികയും ആ വെളിച്ചത്തിലൂടെ ഒരു നല്ല സമൂഹം ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് ഒരു രാജഭരണത്തിന്റെ അല്ലെങ്കിൽ പൂർണ്ണമായ ഇന്ത്യയുടെ ഒരു ഭരണം ഈ ധമ്മമാർഗങ്ങൾ അല്ലെങ്കിൽ ധമ്മ അനുശാസനങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കുവാനുള്ള ഒരു അടിത്തറ കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അടിത്തറയിലാണ് അശോകൻ അദ്ദേഹത്തിന്റെ വലിയ സാമ്രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം പോലും കെട്ടിപ്പടുക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ അശോകൻ ഒരു ചക്രവർത്തിയായിരുന്നു. ചക്രവർത്തി എന്ന് പറയുമ്പോൾ ധമ്മചക്ര നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി എന്നാണ് അർത്ഥം. അപ്പൊ അത്രമാത്രം ആഴത്തില് ഈ ധമ്മശാസനങ്ങൾ ഇന്ത്യയിൽ ബുദ്ധന്റെ ദർശനങ്ങളുടെ രൂപത്തിൽ ബുദ്ധൻ ദർശനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതുവരെ സാധാരണഗതിയിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് 2 തരം ചിന്തകളാണ് മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാവുന്നത്. ഒന്ന്, തൻ്റെ ദുഃഖങ്ങൾ, തൻ്റെ വിഷമങ്ങൾ മറയ്ക്കാൻ അല്ലെങ്കിൽ മറക്കാൻ, ഇല്ലാതാക്കാൻ ഒരു ദൈവശക്തിയെ ആശ്രയിക്കുക അല്ലെങ്കിൽ അതീന്ദ്രിയ ശക്തിയെ ആശ്രയിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അതാണ് കൂടുതൽ ആൾക്കാരും ലോകത്ത് ആശ്രയിക്കുന്നത്. മറ്റൊരു കൂട്ടര് അതിനെതിരായിട്ട് അങ്ങനെ ഒരു ദൈവമില്ല, ദൈവത്തിൻ്റെതായിട്ടുള്ള തെളിവുകളില്ല, ആ പറയുന്നത് മുഴുവൻ സങ്കല്പങ്ങളാണ്, തെറ്റാണ് എന്ന് പറയുന്ന ഒരു എതിർചേരി. ഈ 2 ചേരികളാണ് ലോകത്ത് എപ്പോഴും ഉണ്ടാവാറുള്ളത്. പക്ഷെ ഈ 2 ചേരിക്കാർക്കും 2 കൂട്ടർക്കും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ദുഃഖം ഉണ്ടാകുന്നത്, അതിന്റെ പരിഹാരം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാൻ 2 കൂട്ടർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഒരു കൂട്ടർ ഒരു സങ്കല്പം ഉണ്ടാക്കുന്നു, മറ്റൊരു കൂട്ടർ ആ സങ്കല്പത്തെ എതിർക്കുന്നു. അപ്പൊ ദൈവവിശ്വാസികളും യുക്തിവാദികളുമായ 2 ചേരികൾ മാത്രമാണ് ലോകത്ത് എപ്പോഴും സാധാരണഗതി കാണാറുള്ളത്. പക്ഷെ ബൗദ്ധർ അതിൽ നിന്ന് വ്യത്യസ്തരാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ദുഃഖം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലാണ് എങ്കിൽ അതിന്റെ കാരണവും തേടേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. ആ കാരണം കണ്ടെത്തി പരിഹരിക്കുമ്പോൾ മാത്രമാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നത്.
അപ്പൊ ഈ ഉള്ളിലേട്ട് നോക്കുന്നത് എങ്ങനെയാണ് എന്ന ഒരു പഠനം നടത്താത്തവർക്ക് ഒരിക്കലും ദുഃഖത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. പുറത്തുള്ള ഏതെങ്കിലും ഒരു ശക്തിയെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നവർക്ക്, അത്തരം സങ്കല്പങ്ങളെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നവർക്ക്, അതിനോട് പ്രാർത്ഥിക്കാനും അതിനെ പ്രീതിപ്പെടുത്താനും ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം അവർ തപ്പുന്നത്, അല്ലെങ്കിൽ അവർ നോക്കുന്നത് പുറത്തേക്കാണ്, പക്ഷെ ദുഃഖം ഉണ്ടാകുന്നത് ഉള്ളിലാണ്. അതുപോലെ തന്നെ അവരെ എതിർക്കുന്ന എതിർചേരിക്കാരും ഒരു കൂട്ടരുടെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾ തെറ്റാണെന്ന് പറയുന്നതല്ലാതെ അവരും ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടു കൂട്ടർ ഇരുട്ടിത്തപ്പുകയാണ്. ആ സമയത്താണ് ബൗദ്ധർ എന്ന് പറയുന്ന, അല്ലെ ബൗദ്ധ പരമ്പര, ഉള്ളിലോട്ട് നോക്കാനും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ട്രൂ നേച്ചർ, യഥാർത്ഥ പ്രകൃതം എന്താണെന്നും നമ്മുടെ മനസ്സും ശരീരവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും പഠിക്കാനുള്ള ആ ഒരു താല്പര്യം കാണിക്കുന്നത്. അവരങ്ങനെ ഉള്ളിലോട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ പ്രകൃതം മനസ്സിലാവുന്നതും, ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നതും, അതിന്റെ പരിഹാരം എന്താണെന്ന് മനസ്സിലാവുന്നതും. അപ്പൊ ശരിക്കും പറഞ്ഞാല് യഥാർത്ഥ ദർശനം എന്ന് പറയുന്നത് ഉള്ളിലോട്ട് നോക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇതാണ് ബുദ്ധ പരമ്പരയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ആ ഒരു ബുദ്ധ പരമ്പരയിൽ അത്തരം ഒരു ദർശനം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് ബുദ്ധന്റെ കാലമായപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടിയില്ല? അദ്ദേഹം എന്തുകൊണ്ട് രണ്ടാമത് പിന്നെയും ഇത് തേടി ഇറങ്ങേണ്ടിയ ഒരവസ്ഥ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായി? അതാണ് ഈ ദർശനത്തിന്റെ ഒരു പ്രത്യേകത. ഈ ദർശനത്തിന് ഏതെങ്കിലും ഒരു കഥയോ ഒരു സങ്കല്പമോ കൊടുത്താൽ നിലനിൽക്കുന്ന ഒരു ദർശനമല്ല ബൗദ്ധ ദർശനം. അതേസമയം ഒരു ദൈവ ദർശനമാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവകേന്ദ്രീകൃതമായ ഒരു ഫിലോസഫി ആണെങ്കിൽ, ഒരു മതമാണെങ്കിൽ, അതിന് ആ കഥയും ആ ദൈവത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളും അതിനെപ്പറ്റിയുള്ള വർണ്ണനകളും ആൾക്കാരിലേക്ക് ഒന്ന് കൊടുത്താൽ അതെന്നും നിലനിൽക്കും. അതുപോലെ തന്നെ അതിനെ എതിർക്കുന്ന ആൾക്കാർക്കും എപ്പോഴും എതിർക്കാനുമുള്ള ഒരു 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 കഴിവ് അവർക്കും ഉണ്ടാവും. പക്ഷെ ഈ ഉള്ളിലേക്ക് നോക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് ഉള്ളിലോട്ട് നോക്കേണ്ടത് എന്നുള്ളത് അവർക്കേ അറിയാവൂ, അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ അത് കൃത്യമായി മറ്റുള്ള ആൾക്കാരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിക്കുന്നവർ വ്യക്തമായിട്ട് പഠിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ പഠിക്കുന്നവർ മറ്റുള്ള ആൾക്കാരിലേക്ക് അത് കൊടുത്തില്ലെങ്കിൽ, സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ദർശനം നിലനിൽക്കില്ല. കാരണം ഇതൊരു പാഠ്യപദ്ധതിയാണ്, ഒരു ടെക്നിക്കാണ്. മറ്റേതങ്ങനെയല്ല. ഒരു ദൈവത്തെ പറ്റി ഒരു സങ്കല്പം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു കെട്ടുകഥകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഐതിഹ്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങ് പറഞ്ഞാൽ മാത്രം മതി, ആ ഒരു മതത്തിന് അവിടെ നിലനിൽക്കാൻ പറ്റും. യുക്തിവാദികൾക്കും അതുപോലെ തന്നെ അതിനെ എതിർത്തുകൊണ്ട് അവർക്കും ജീവിക്കാം. പക്ഷേ ഈ ഒരു ദർശനത്തിന് ഇങ്ങനൊരു പരിമിതിയുണ്ട്. അതായത് ഇതൊരു പാഠ്യപദ്ധതിയാണ്. ഇത് ഉള്ളിലേക്ക് നോക്കാനായിട്ട് തന്നെ നമ്മൾ നോക്കി പഠിക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ട ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിച്ചവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇത് നാമാവശേഷമായി പോകും. അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ബുദ്ധന്റെ ദർശനം. അപ്പൊ ഉള്ളിലോട്ട് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളെ ഒബ്സർവ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒബ്സർവ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ദർശനം ഏത് കാലത്തായാലും ഇത് മിസ്സായി പോകും. ഇത് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും. അത് ഇനിയാണെങ്കിലും പോകും, എക്കാലവും അത് പോകും. കാരണം അതിന് അങ്ങനെ ഒരു പരിമിതിയുണ്ട്. അത് നമ്മൾ ഏതൊരു ശാസ്ത്രവും പഠിക്കുന്ന പോലെ തന്നെയാണ്, ഏതൊരു സയൻസും പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ്. അത് പഠിപ്പിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ആൾക്കാർക്ക് അറിയാൻ പറ്റില്ലാതെ വരും. ആ സമയം ഐതിഹ്യത്തിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ദൈവത്തെ പറ്റിയുള്ള ഒരു ചിന്ത ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പോയാൽ അത് വേണമെങ്കിൽ അത് എക്കാലവും ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വണ്ടി പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വണ്ടി നമുക്ക് കിട്ടുന്നു, നമ്മൾ ഡ്രൈവിങ്ങിന് പോവുകയാണ്.
നമുക്ക് ഡ്രൈവിംഗ് എന്താണെന്ന് അറിയില്ല. വണ്ടി മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് എങ്ങനെയെങ്കിലും ഓടിക്കണം. നമ്മളിങ്ങനെ വണ്ടി എടുക്കുന്നു, നമുക്കൊരു കീയും തന്നിട്ടുണ്ട്, എവിടെയൊക്കെയോ കൊണ്ട് കീ ഇടണമെന്നറിയാം. കീ ഇടുന്നു, വണ്ടി എവിടെയൊക്കെയോ ചവിട്ടുന്നു, വണ്ടി മുമ്പോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു, എങ്ങനെയൊക്കെയോ പോകുന്നു. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് തട്ടും, തട്ടാതിരിക്കും. അങ്ങനെ ഒരു ലക്കും ലഗാനും ഇല്ലാതെ പോകുമ്പോൾ ഒരു കൂട്ടർ പറയുന്നു, നീ ധൈര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോക്കോ, നിന്നെ ദൈവം രക്ഷിച്ചോളും എന്ന് പറഞ്ഞ ഒരു കൂട്ടർ നമ്മളെ അങ്ങ് വിടുകയാണ്. വേറൊരു കൂട്ടർ പറയുന്നത്, ദൈവം അങ്ങനെ ഒരു ദൈവമൊന്നുമില്ല, പക്ഷെ നീ വണ്ടി എടുത്ത് നിന്റെ ഇഷ്ടം പോലെ അങ്ങ് കൊണ്ടുപോക്കോ, നിന്റെ ഇഷ്ടം മാത്രം നീ നോക്കിയാൽ മതി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കൂട്ടർ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലെ ആശ്രയിക്കുന്ന ഒരു കൂട്ടരും ദൈവത്തെ നിഷേധിക്കുന്ന കൂട്ടരും. പക്ഷെ നമ്മൾ മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ ബൗദ്ധര് മാത്രമാണ് പറയുന്നത്, ഈ വണ്ടിയുടെ വർക്കിംഗ് പഠിക്കണം. ആ വർക്കിംഗ് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ വണ്ടി ഓടിക്കേണ്ടത്. അങ്ങനെ പോയാൽ മാത്രമേ ഇത് തട്ടും മുട്ടും ഇല്ലാതെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ യഥാർത്ഥ ദർശനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ ഇതിനൊരു പരിമിതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ലെന്നുണ്ടെങ്കിൽ, പകർന്നു കൊടുക്കാനുള്ള ആൾക്കാരില്ലെന്നുണ്ടെങ്കിൽ ഇത് നഷ്ടമായി പോകും. ഇതാണ് ബുദ്ധന്റെ കാലമായപ്പോൾ സംഭവിച്ചത്, അല്ലെങ്കിൽ ഗൗതമ ബുദ്ധന്റെ കാലമായപ്പോൾ സംഭവിച്ചത്. നമ്മൾ ബുദ്ധൻ എന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പുള്ള 27 ബുദ്ധന്മാരെ പറ്റിയല്ല സാധാരണഗതി പറയുമ്പോൾ നമ്മളെപ്പോഴും അവസാനത്തെ ബുദ്ധനായിട്ടുള്ള ഗൗതമ ബുദ്ധനെ പറ്റിയാണ് പറയുന്നത്. ഗൗതമ ബുദ്ധന്റെ കാലമായപ്പോഴും അദ്ദേഹത്തിന് ഇത് കിട്ടിയില്ല. അദ്ദേഹം അത് തെരഞ്ഞു നടന്നു. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുക്ക പോയി പഠിക്കാമെന്ന് പറഞ്ഞ് തെരഞ്ഞു നടന്നു. അദ്ദേഹത്തിന് അവിടെയും കിട്ടിയില്ല. അത് കുറച്ച് മെഡിറ്റേഷൻ ചെയ്യില്ല, അല്ലെങ്കിൽ കുറച്ച് ആനപാനസതി, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാനൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നത് കവിഞ്ഞ് വേറെ ആരും അദ്ദേഹത്തിനും അതിൽ കൂടുതലൊന്നും പറഞ്ഞു കൊടുത്തില്ല. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അദ്ദേഹം തനിയെ ഇരുന്ന് അദ്ദേഹം സ്വയം ഉള്ളിലോട്ട് നോക്കി തന്നെ പഠിച്ചെടുത്ത് അത് മനസ്സിലാക്കിയെടുത്തു. അതൊരു വലിയ പ്രയത്നമാണ്. സാധാരണ ആർക്കും തോന്നാത്തൊരു കാര്യമാണ്. ആരും എനിക്കത് പറഞ്ഞു തരാനില്ല എങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഉറ്റുനോക്കിയിട്ട് എൻ്റെ മനസ്സിന്റെ, എൻ്റെ ശരീരത്തിന്റെയും പ്രവർത്തനം എങ്ങനെയാണെന്ന് ഞാൻ തന്നെ പഠിക്കാം. അങ്ങനെ എൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇമോഷൻസ് ഉണ്ടാവുന്നത്, വികാരങ്ങൾ ഉണ്ടാവുന്നത്, ദുഃഖം ഉണ്ടാവുന്നത് എന്ന് ഞാൻ ഇത് പഠിച്ചിട്ടേ ബാക്കി മുമ്പോട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറയുന്ന ഒരു ദൃഢനിശ്ചയം, ഒരു നിശ്ചയദാർഢ്യം അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവത്തില്ല. അത് അദ്ദേഹം കാണിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ ദർശനം വീണ്ടെടുക്കാൻ പറ്റിയത്. അത് അങ്ങനെ നോക്കാത്ത ഒരാള് ഒരിക്കലും ഇത് പഠിക്കുകയില്ല, മറ്റുള്ളവർക്ക് ഇത് നമുക്ക് പിന്നീട് കിട്ടത്തുമില്ല. ഭാഗ്യവശാൽ അദ്ദേഹം അത് ഉള്ളിലേക്ക് നോക്കുകയും അദ്ദേഹത്തിന് സ്വയം മനസ്സിലാവുകയും ആ മനസ്സിലായ കാര്യങ്ങൾ അദ്ദേഹം മറ്റുള്ളവരോട് പഠിപ്പിക്കണം. ഇനി ഇത് നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ ആൾക്കാരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു സംഘത്തെ ഉണ്ടാക്കി ആ സംഘത്തിനെ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും പറഞ്ഞു വിട്ടത്. അല്ലാതെ അദ്ദേഹം ഏതെങ്കിലും ഒരു ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടല്ല അദ്ദേഹത്തിന് ഇത് കിട്ടിയത്, ഏതെങ്കിലും ഒരു പ്രപഞ്ച ശക്തിയെ ആശ്രയിച്ചിട്ടല്ല അദ്ദേഹത്തിന് ഇത് കിട്ടിയത്. സ്വയം ഉള്ളിലോട്ട് നോക്കി തന്നെ പഠിച്ചെടുത്ത് മനസ്സിലാക്കി തന്നെയാണ് ആ ദുഃഖം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അസ്വസ്ഥത ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അസ്വസ്ഥത വന്നാൽ അതിന്റെ കാരണം എന്താണ്, അതിനെ എങ്ങനെ പരിഹരിക്കണമെന്ന് അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ആ പഠിപ്പിക്കാൻ ചെല്ലുമ്പം ആദ്യമായിട്ട് 5 പേരെ അദ്ദേഹം പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ തന്നെ ആദ്യം അവരോട് പറയുന്നത് ഇതാണ്: ശരിയാണ്, മനുഷ്യന് ആ മനസ്സുള്ളത് കൊണ്ട് ദുഃഖം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അസ്വസ്ഥത എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഒരു സത്യമാണ്. അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. അത് വെറുതെ സംഭവിക്കുന്നതല്ല, അതിന് കാരണമുണ്ട്. ആ കാരണത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പരിഹരിക്കാൻ പറ്റാത്ത കാര്യമല്ല, അത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി ഒരു മാർഗമുണ്ട്. ആ മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ കണ്ടെത്തി മനസ്സിലാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾ ആൾക്കാരെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതേ മാർഗം നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ആ പോയ അതേ അവസ്ഥയിലൂടെ നിങ്ങൾക്കും എല്ലാവർക്കും എത്താൻ പറ്റും, ആൾക്കാർക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. അങ്ങനെ ആവണം. അതിനാണ് അഷ്ടാംഗ മാർഗം എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവന്ന് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്.
കാര്യം അതുവരെ ഉള്ളതൊക്കെ ഒരു ഒരു എത്തും പിടിയും ഇല്ലാത്ത ഇരുട്ടിത്തപ്പുന്ന കാര്യങ്ങളാണ് അവിടെ മുഴുവൻ നിൽക്കുന്നത്. കൃത്യമായ ഒരു ദർശനം, മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവന്റെ മനസ്സിനെ ശരീരത്തെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായ ഒരു പഠനം ആദ്യമായിട്ട് കൊണ്ട് തരികയാണ് നമുക്ക്. നഷ്ടപ്പെട്ടു പോയിരുന്നു. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ബുദ്ധന്മാര് കൃത്യമായിട്ട് പഠിപ്പിക്കാഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച ശിഷ്യന്മാർ അത് കൃത്യമായിട്ട് അത് ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുത്ത് അതിനെ നിലനിർത്താഞ്ഞത് കൊണ്ടോ ഇന്ത്യ നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അതിനെ വീണ്ടെടുത്ത് ധമ്മചക്രത്തെ രണ്ടാമത് പിന്നെയും പ്രവർത്തിപ്പിച്ചു തുടങ്ങി. അതാണ് ധമ്മചക്ര പ്രവർത്തന ദിനം എന്ന് പറയുന്നത്. ധമ്മചക്ര സ്ഥാപന ദിനമല്ല, പ്രവർത്തിപ്പിക്കുകയാണ്. അങ്ങനെ അതിനെ രണ്ടാമത് നമ്മളിലേക്ക് കൊണ്ടുവന്നു, ഇന്ത്യ ഒട്ടാകെ അത് പടർത്തി. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ലോകത്തെല്ലാ ആൾക്കാർക്കും മറ്റ് രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഏതൊരു സങ്കല്പത്തെ പിടിക്കുക, ഒരു കൂട്ടർ ആ സങ്കല്പം തെറ്റാണെന്ന് പറയുക. ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്നും യഥാർത്ഥത്തിലുള്ള ദുഃഖത്തിന്റെ കാരണം എന്താണെന്നും ഒരാൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഒരു രാജ്യത്ത് ആ ദർശനം ഉണ്ടാവുന്നത്. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വിദേശത്തു നിന്ന് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരുന്നത്. കാരണം ദൈവദർശനങ്ങൾ അവിടെയൊക്കെ ഉണ്ട്, അവർക്ക് ഇവിടെ വന്നത് പഠിക്കേണ്ട കാര്യമില്ല. യുക്തിവാദങ്ങളും അവിടെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്, അതൊന്നും അവർക്ക് ഇവിടെ വന്ന് പഠിക്കേണ്ട കാര്യമില്ല. അവിടെയൊന്നും ഇല്ലാത്തൊരു ദർശനം അത് ഇവിടെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെയാണ് അത് ഉണ്ടായത്. അതുകൊണ്ടാണ് അവർ ഇവിടെ വന്നത്, ഇന്ത്യയിൽ പഠിക്കാൻ വന്നത്. ഈ ഒരു പഠനം പിന്നീടും നഷ്ടപ്പെട്ടു പോയി ഇന്ത്യയിൽ. നമുക്കറിയാവുന്നതുപോലെ ഇത് പഠിപ്പിക്കുന്ന ഭിക്ഷുക്കളെ ഇന്ത്യയിൽ വ്യാപകമായി കൊന്നൊടുക്കി, അവരെ ആക്രമിച്ചു, അവർ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തു. അവരെഴുതി വെച്ചിരുന്ന ദർശനങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. അതുപോലെ അത് മനസ്സിലാക്കിയെടുത്ത ജനതകളുടെ വിദ്യാഭ്യാസവും നിഷേധിച്ചു. കാരണം ഭിക്ഷുക്കളില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കിയ മറ്റ് ജനങ്ങളുണ്ടെങ്കിൽ അവർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വിദ്യാഭ്യാസവും നിഷേധിച്ചു. അങ്ങനെ പിന്നെയും ഇന്ത്യയിൽ നിന്ന് ഇത് അപ്രത്യക്ഷമായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ദർശനം പിന്നെയും ഇന്ത്യയിൽ നിന്ന് പോയി. അപ്പൊ പിന്നെയും പഴയപടിയായി. അതായത് ഒന്നുകിൽ അന്ധവിശ്വാസം, അല്ലെങ്കിൽ കുറച്ച് യുക്തിവാദം, ഇത് മാത്രമേ പിന്നെയും ഇന്ത്യയിലുള്ളൂ. അപ്പൊ അത് ആ ഒരവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് വന്ന് ബാബാ സാഹിബിന്റെ ഒരു കാലമായപ്പോഴാണ് ഈ ദർശനത്തിനെ പിന്നെയും വീണ്ടെടുക്കണം എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഈ ഇരുട്ടിത്തപ്പാനുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ശരിക്കുള്ള ഒരു മതം, അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു ദർശനം പിന്നെയും മിസ്സിംഗ് ആണ് ഇന്ത്യയിൽ. അപ്പൊ അതിന് രണ്ടാമത് പിന്നെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ദൃഢനിശ്ചയം പിന്നെയും ബാബാ സാഹിബിന്റെ കാലത്ത്, ബാബാ സാഹിബ് ഡോക്ടർ അംബേദ്കറുടെ കാലത്താണ് പിന്നെയും ഉണ്ടാവുന്നത്. അതിന് മുന്നോടിയായിട്ട് പണ്ഡിറ്റ് അയോധ്യദാസർ തമിഴ്നാട്ടിൽ ആ ഒരു പ്രയത്നം തുടങ്ങി വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൃത്യമായിട്ടുള്ള ആ ഒരു പഠനം, അതെങ്ങനെയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഉള്ളിലേക്ക് നോക്കേണ്ടത്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെയും ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക മാത്രമാണ് ഇപ്പോഴും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ബുദ്ധൻ ആ പഠിച്ച് കിട്ടിയ അതേ കാര്യങ്ങൾ ഞാൻ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, ഞാൻ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, ആ കാര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൗദ്ധ ദർശനങ്ങളുടെ അന്തരീക്ഷം ഇനിയും നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളിപ്പോ ഇന്ന് ബുദ്ധപൂർണിമ എന്ന് പറഞ്ഞ് നമ്മൾ നാളെ ആൾക്കാർ ആഘോഷിക്കാൻ പോകുമ്പോൾ അവരെന്തായിരിക്കും കൂടുതലും ചെയ്യുന്നത്? ബുദ്ധന്റെ ഒരു പ്രതിമ വെക്കും, അതേ കുറച്ച് പൂമാലയിടും, ബുദ്ധനെ പറ്റി കുറച്ച് വന്ദനങ്ങൾ പാടും, കുറച്ച് ആഘോഷങ്ങൾ നടത്തും, കുറച്ച് പാട്ട് പാടും, കുറച്ച് നൃത്തം ചെയ്യും, കുറച്ച് ഭിക്ഷുക്കളായിട്ടുള്ളവർ വന്ന് കുറച്ച് പാലിയിലെ കുറച്ച് സൂക്തങ്ങൾ പറയുമായിരിക്കും. പക്ഷെ അപ്പോഴൊന്നും ഉള്ളിലോട്ടുള്ള നോട്ടം, അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള ഒബ്സർവേഷൻ ആ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും കിട്ടുന്നില്ല അവിടെ. പക്ഷേ ബുദ്ധ പൂർണിമ എന്ന് പറയുന്ന ഈ ഒരു സമയം, അതായത് വൈശാഖ മാസത്തിലെ പൗർണമി, ആ ഒരു സംഭവം, ആ ഒരു കാര്യം, ആ ഒരു സമയം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ശരിയായ ബൗദ്ധ ദർശനം ഉണ്ടായിരുന്ന കാലത്ത് അത് ഉപയോഗിച്ചിരുന്നത്
ഈ പറയുന്ന പോലെ പൂജയ്ക്കും ആരാധനയ്ക്കും പാട്ടിനും നൃത്തത്തിനും മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ അതിനായിരുന്നില്ല. അത് ശരിക്കും ആ ഒരു സമയം ആൾക്കാര് ഒരു ബൗദ്ധത്വത്തിലേക്ക് അല്ലെങ്കിൽ ബുദ്ധത്വത്തിലേക്ക് മാറാനുള്ള പഠനം നടത്തുന്ന കാലമായിരുന്നു. ഓരോ വ്യക്തിക്കും ബുദ്ധത്വത്തിൽ എത്താം. അതായത് ബുദ്ധൻ എങ്ങനെയാണോ ആയത് ആ ബുദ്ധത്വത്തിൽ എത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള പഠനവും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്ന സമയമാണ് ഈ ബുദ്ധപൂർണിമ എല്ലാ വർഷവും ഉപയോഗിക്കപ്പെട്ടിരുന്നത്. പക്ഷെ അതറിയണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നടക്കുന്നത് പഠിക്കണം. നമുക്കറിയാവുന്ന പോലെ നമ്മൾ എങ്ങനെയാണ് ബുദ്ധനെ ഈ പറയുന്ന ചാൻഡിങ്ങുകളൊക്കെ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തെ പറ്റിയുള്ള ബുദ്ധവന്ദനം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്? നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ തസ്സ, ഞങ്ങൾ നിന്നെ നമിക്കുന്നു. ഭഗവതോ, അതൊരു വാക്കാണ്. അർഹതോ, സമ്മാസംബുദ്ധനായവനെ. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? ഭഗവതോ എന്ന് പറഞ്ഞാൽ ഭംഗവതോ അല്ലെങ്കിൽ ഭംഗം വരുത്തിയവനെ. എന്തിൻ്റെയൊക്കെ ഭംഗം വരുത്തിയത്? രാഗ ദ്വേഷ മോഹങ്ങൾക്ക് ഭംഗം വരുത്തിയത്. കാരണം ഈ മൂന്നുമാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത്. രാഗം, ദ്വേഷം, മോഹം. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടങ്ങൾ, ദ്വേഷം എന്ന് പറഞ്ഞാൽ അനിഷ്ടങ്ങൾ, മോഹം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ മൂഢത്വം, അല്ലെന്നുണ്ടെങ്കിൽ ഡില്യൂഷൻ. നമ്മുടെ തെറ്റായ സങ്കല്പത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് മൂന്നുമാണ് യഥാർത്ഥത്തിലുള്ള ദുഃഖത്തിന്റെ കാരണം. അതെന്താണെന്ന് ഒന്നുകൂടെ ഞാൻ വിശദമാക്കാം. നമുക്ക് എന്തിനോടെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ തോന്നുക, അല്ലെങ്കിൽ നമുക്ക് എന്തിനോടെങ്കിലുമൊക്കെ അനിഷ്ടങ്ങൾ തോന്നുക, ഇത് രണ്ടുമാണ് രാഗവും ദ്വേഷവും. അപ്പൊ ഈ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തോന്നുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഇഷ്ടങ്ങൾ തോന്നുമ്പം പോസിറ്റീവ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും, അനിഷ്ടങ്ങൾ തോന്നുമ്പം നെഗറ്റീവ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഒത്തിരിയേറെ സംഗതികളുമായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുടെ ഒരു വലിയ പട്ടിക തന്നെ നമ്മുടെ മനസ്സിലുണ്ട്. ഇഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം വേണമെന്നും അത് നിലനിൽക്കണമെന്നും നിലനിർത്തണമെന്നും നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അതൊക്കെ നമുക്ക് സുഖങ്ങൾ തരുന്നതാണ്. ഇഷ്ടക്കേടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം, സംഗതികളെല്ലാം, അതെല്ലാം പോയി പോകണം, അല്ലെങ്കിൽ അതെല്ലാം മാറണം, എങ്കിൽ മാത്രമേ എനിക്ക് സുഖം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയും നമുക്കുണ്ട്. ഇതുമായിട്ട് രണ്ട് സംഗതികളുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് അറ്റാച്ച്മെന്റ് ആണ്, ഒന്ന് നെഗറ്റീവ് അറ്റാച്ച്മെന്റ് ആണ്. മൂന്നാമത്തേതാണ് മോഹം. ഞാൻ എന്ന് പറയുന്ന അവസ്ഥയോടാണ് ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ്. ഒരാൾക്ക് ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ് സ്വയത്തോടാണ്. ഞാൻ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയെല്ലാം ഉണ്ടാവും. ഞാൻ നാളെ ഇല്ലാതായാൽ, ഞാൻ മരിച്ചുപോയാൽ അത് ഓർക്കാൻ കൂടി വയ്യ. എങ്ങനെയും എന്നെ നിലനിർത്തണം. അതിന്റെ കൂടെ വരുന്നതാണ് എന്റേത്, ഐ, മീ, മൈസെൽഫ് എന്ന് പറയുന്നതെല്ലാം ഈ ഞാൻ എന്ന് പറയുന്ന ഈഗോ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന സംഗതിയോട് കണക്റ്റഡ് ആണ്. അപ്പോ അതെന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ഷണങ്ങൾ, എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, എൻ്റെ സങ്കല്പങ്ങൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ രൂപം, എൻ്റെ കഴിവുകൾ, എൻ്റെ പദവി എന്ന് വേണ്ട എല്ലാം ആ ഞാൻ എന്ന് പറയുന്നതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു തോന്നൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അറ്റാച്ച്മെന്റ്. അപ്പൊ ഇങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങളെയും
ഈ പറയുന്ന മോഹത്തെയും ഇല്ലാതാക്കിയാൽ മാത്രമേ ഒരാൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിന് സമാധാനം ഉണ്ടാവൂ. കാര്യം ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ചിലപ്പോൾ അത് വരും, ചിലപ്പം പോകും. അതുപോലെ ഈ ഞാൻ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. എനിക്ക് എപ്പോഴും അപകടങ്ങൾ വരാം, എനിക്ക് വിഷമങ്ങൾ വരാം, എനിക്ക് എൻ്റെ രൂപം മാറാം, എനിക്ക് എൻ്റെ പ്രായമാകും, ചുളിവുകൾ വരും, അസുഖങ്ങൾ വരും, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്നവരും എനിക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ദിവസം മരിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് ദുഃഖ കാരണങ്ങളാണ്. കാരണം ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മളായിട്ട് പോയി പെർമനന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുമ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ ഈ അറ്റാച്ച്മെന്റും വലിയുകയും മുറുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ മനസ്സിന് എപ്പോഴും പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രിയപ്പെട്ട ഒരാള്, നമ്മുടെ മനസ്സുകൊണ്ട് അയാളുടെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് അയാളുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി, ഒരു ദിവസം അയാൾക്ക് അസുഖം വരുമ്പോൾ നമ്മുടെ ഈ അറ്റാച്ച്മെന്റ് അഫക്റ്റ് ചെയ്യുകയാണ്, നമുക്ക് വിഷമം ഉണ്ടാവുകയാണ്. ഒരു ദിവസം അയാൾ ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ അയാൾ പിരിഞ്ഞു പോകുമ്പോൾ, അയാൾ അകന്നു പോകുമ്പോൾ, അയാൾ മരിച്ചു പോകുമ്പോൾ നമ്മളുടെ ഈ അറ്റാച്ച്മെന്റ് മുറിയുമ്പോൾ നമുക്ക് പെയിനാണ്, മെന്റലി പെയിനാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും സ്ഥിരമായിട്ട് നിൽക്കത്തുമില്ല. പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ ഈ ഓരോന്നുമായിട്ട് നമ്മൾ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് എപ്പോഴും പിടിയും വലിയുമാണ്. 4 സ്ഥലത്തുനിന്നും ഈ മനസ്സിനെ പിടിച്ചു വലിക്കുകയാണ് ഈ അറ്റാച്ച്മെന്റുകൾ ഓരോന്നും. അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ രാഗവും ദ്വേഷവും മോഹവും മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റിയാൽ മാത്രമേ ഒരാളുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാകൂ, ഒരു ശാന്തത ഉണ്ടാകും. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നയാളാണ്, അല്ലെങ്കിൽ രാഗങ്ങൾക്കും ദ്വേഷങ്ങൾക്കും മോഹങ്ങൾക്കും പൂർണ്ണമായ ഭംഗം വരുത്തുന്ന ഒരാളെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധനെ ഭഗവതോ എന്ന് വിളിക്കുന്നത്. അർഹതോ, അർഹതൻ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. അതായത് ഞാൻ എന്ന് പറയുന്ന തോന്നൽ, അഹം എന്ന് പറയുന്ന തോന്നലിന് അറുതി വരുത്തുന്നയാളാണ് അർഹതൻ, അല്ലെങ്കിൽ അരഹന്തൻ, അഹന്ത ഇല്ലാത്തവൻ, അരഹന്ത്. അഹം എന്ന് പറയുന്ന തോന്നൽ തന്നെ മാറിപ്പോയി. അതെങ്ങനെയാണ് ഇല്ലാതാവുന്നത്? ഒരാൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ, ഉള്ളിലോട്ട് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ ശരീരത്തെയും പൂർണ്ണമായി നിരീക്ഷിക്കുകയാണ്, നിരന്തരം നിരീക്ഷിക്കുകയാണ്. നിരന്തരം നിരീക്ഷിക്കുമ്പോൾ ഭൗതിക ശരീരം, അതായത് നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിർമ്മിത ശരീരം, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. കാര്യം ഈ ശരീരത്തിലുള്ള ഓരോ പ്രകമ്പനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ബോഡിയിൽ ഓരോരോ ഫീലിങ്ങുകളും ഓരോ സമയത്തും വന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ പറയുന്ന ശരീരത്തിന്റെ കമ്പോണൻസ് ആയിട്ടുള്ള, അല്ലെ ശരീരത്തെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങളുടെ വൈബ്രേഷൻസ് തന്നെ മാറുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഫീലിങ്സ് ശരീരത്ത് വരത്തില്ല. ഫീലിങ്സ് പല രീതിയിലാണ് വരുന്നത്, നമ്മൾ അതിനെ പല രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ദുഃഖം വരുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രകമ്പനമല്ല സന്തോഷം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനം. പേടി ഉണ്ടാകുമ്പോൾ ഒരു വൈബ്രേഷൻ ആയിരിക്കത്തില്ല നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകും വരുന്ന ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആകുമ്പോൾ ഒരു വൈബ്രേഷൻ, അത് വേറെയാണ്. ഓരോന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തിന്റെ വൈബ്രേഷൻ വേറെയാണ്. അപ്പൊ ഓരോ ചിന്തകൾക്കനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ വികാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വൈബ്രേഷൻസ് മാറി മാറിയാ വരുന്നത്. ഓരോ ചിന്തകൾക്കും അനുസരിച്ച് ശരീരത്ത് വൈബ്രേഷൻസ് മാറി വരുന്നു. അത് ഓരോന്നും മാറുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എൻ്റെ ഭൗതിക ശരീരം നിരന്തരം മാറ്റത്തിന് വിധേയമാണ്. അത് ബയോളജിക്കലി നോക്കിയാലും, ഫിസിക്സിന്റെ രൂപത്തിൽ നോക്കിയാലും, കെമിസ്ട്രിയുടെ രൂപത്തിൽ നോക്കിയാലും ഒക്കെ നമുക്കത് മനസ്സിലാവും, നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു കാര്യം കൃത്യമായി മനസ്സിലായി, ഭൗതിക ശരീരം. ഇനി മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ കാര്യങ്ങളെ അറിയുന്നു. എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ അറിയുന്നത്? നമ്മുടെ ഈ 5 സെൻസ് ഓർഗൻസ് മുഖേനയാണ് നമ്മൾ കാര്യങ്ങളെ അറിയുന്നത്. പിന്നെ നമ്മുടെ ചിന്ത വഴി നമുക്ക് കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഈ 5 സെൻസ് ഓർഗൻസും ഈ ചിന്തയും കൂടിയാണ് നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത്. അതായത് സെൻസ് ഡോറുകളാണ്, സെൻസ് കവാടങ്ങളാണ്, ഇന്ദ്രിയ കവാടങ്ങളാണ്. ഈ ഇന്ദ്രിയ കവാടങ്ങളുമായിട്ടാണ് എപ്പോഴും നമ്മുടെ
ബോധം എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ ചിന്തയിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കാണുന്നതിലായിരിക്കും, അല്ലെങ്കിൽ കേൾക്കുന്നതിലായിരിക്കും, അല്ലെങ്കിൽ മണക്കുന്നതിലായിരിക്കും, അല്ലെങ്കിൽ രുചിക്കുന്നതിലായിരിക്കും, അല്ലെങ്കിൽ സ്പർശിക്കുന്നതിലായിരിക്കും. ഇങ്ങനെ ഈ 6 കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ ബോധം, കോൺഷ്യസ്നെസ്, അവയർനെസ് കണക്ട് ആയിട്ടിരിക്കുന്നത്, ലിങ്ക് ചെയ്തിരിക്കുകയാണ്, ലോക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ ഇന്ദ്രിയ ബോധം എന്ന് വിളിക്കുന്നത്. ഇത് മനസ്സിന്റെ ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തന മണ്ഡലമാണ്, ഇതൊരു ഖണ്ഡമാണ്, അല്ലെങ്കിൽ ഒരു സ്കന്ധമാണ്. ഈ ഒരു ഖണ്ഡത്തിന് ശേഷം അടുത്ത ഒരു ഖണ്ഡം എന്ന് പറയുന്നത് നമ്മൾ ഈ അറിയുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, വിവേചിക്കുകയാണ്, നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്, നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്, നമ്മൾ അതിന് മൂല്യം കൊടുക്കുകയാണ്, അർത്ഥം കൊടുക്കുകയാണ്. ഇതെന്താണ് ഞാൻ കണ്ടത്, എന്താണ് ഞാൻ കേട്ടത്, എന്താണ് ഞാൻ മണത്തത്, എന്താണ് ഞാൻ രുചിച്ചത്, എന്താണ് ഞാൻ സ്പർശിച്ചത്, അല്ലെങ്കിൽ എന്നെ സ്പർശിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചിന്തിച്ചത്. ഇങ്ങനെ അർത്ഥം കൊടുക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട് മനസ്സിന്റെ അകത്ത്. അതിനകത്തു ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അറിയുക, തിരിച്ചറിയുക. ഇതിന് ശേഷം വരുന്ന ഒരു ഘട്ടമാണ് ആ തിരിച്ചറിയലിന് ശേഷം, അല്ലെങ്കിൽ ആ ചിന്തയ്ക്ക് ശേഷം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സ്. ആ ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഓരോ ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഫീലിങ്സ് വരുന്നു. അപ്പൊ അതും നമ്മുടെ മനസ്സിന്റെ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ മനസ്സിന്റെയും ശരീരത്തിന്റെയും കൂടെ ഒരു പ്രവർത്തനമാണ് ഈ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഫീലിങ്സ് വന്നതിന് അടുത്ത ഘട്ടത്തിലാണ് നമ്മുടെ മനസ്സ് അതിനോട് ഇഷ്ടമോ ഇഷ്ടക്കേടോ കാണിക്കുന്നത്. സുഖകരമായ ഫീലിങ്സ് ആണ് ബോഡിയിൽ വരുന്നതെങ്കിൽ അത്തരം കാര്യങ്ങളോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നും. അസുഖകരമായ ഫീലിങ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ വരുന്നതെങ്കിൽ അത്തരം കാര്യങ്ങളോടൊക്കെ നമുക്ക് ഇഷ്ടക്കേട് തോന്നും. അതാണ് മനസ്സിന്റെ പ്രതികരണമായിട്ട് വരുന്നത്. അവിടെയാണ് ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്നത്, അവിടെയാണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാവും. ഈ ഇഷ്ടവും ഇഷ്ടക്കേടും വരുമ്പോഴാണല്ലോ മനസ്സിനകത്ത് വികാരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഫീലിങ്സ് കഴിഞ്ഞതിന് തൊട്ടടുത്ത ഘട്ടത്തിലാണ് ഈ പറയുന്ന വികാരങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇഷ്ടവും ഇഷ്ടക്കേടും ഉണ്ടാവുന്നത്. ആ ഇഷ്ടവും ഇഷ്ടക്കേടും പിന്നീട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അത് അറ്റാച്ച്മെന്റ് ആയി മാറുന്നത്, ഉപാദാനങ്ങളായി മാറുന്നത്. അപ്പോൾ മനസ്സിന്റെ ഈ 4 പ്രവർത്തനവും ഭൗതിക ശരീരവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരാൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അയാൾ ഉള്ളിലോട്ട് നോക്കണം. ഉള്ളോട്ട് നോക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത് മനസ്സിലാവത്തില്ല. ഇതെല്ലാം ഈ 5 കാര്യങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനസ്സും മാറുന്നു, ശരീരവും മാറുന്നു. അതിന്റെ അർത്ഥം വ്യക്തി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരാൾ, ഇത് ഉള്ളിലോട്ട് നോക്കാത്ത ഒരാൾക്ക് ഒരു കാലത്തും പിടുത്തം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ദർശനം ഇത്ര സ്പെഷ്യൽ ആണെന്ന് പറയുന്നത്. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഈ ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലും ഒരു സങ്കല്പം ഉണ്ടാക്കി അതിന്റെ പുറകെ പോയാൽ മതി. കിട്ടുവോ കിട്ടുകയില്ലയോ, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കേൾക്കുകയില്ലയോ, നടക്കുവോ നടക്കുകയില്ല, ഇതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. എങ്ങനെയോ മുമ്പോട്ട് പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വണ്ടിയായിട്ട് പോവാണ്. എവിടെയെങ്കിലും ഇടിച്ചാൽ ഇടിച്ചു, ഇടിച്ചില്ലെങ്കിൽ ഇടിച്ചില്ല. മറ്റേ പപ്പു പറയുന്നില്ല, പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ് പോണ പോലത്തെ ഒരു പോക്കാണത്. അതിന് പ്രത്യേകിച്ച് യാതൊരു ഒരു എത്തും പിടിയില്ലാത്തൊരു പോക്കാണ്. മറ്റൊരു കൂട്ടർ പറയുന്നത് അതിനെ പിടിച്ചിട്ടൊന്നും കാര്യമില്ല, പക്ഷെ നീ എങ്ങനെയൊക്കെ പോ എന്നാണ് അവരും പറയുന്നത്. പക്ഷെ ഇതല്ല, കൃത്യമായിട്ട് നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത്, വികാരങ്ങൾ ഉണ്ടാകുന്നത്. ശരീരത്തിൽ ഫീലിങ്സ് ഉണ്ടായതിനു ശേഷമാണ് വികാരം ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആ സീക്വൻസ്, മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സീക്വൻസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഉള്ളിലോട്ട് നോക്കുന്ന ഒരാൾക്ക്. ഇതൊരാളെ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് ആർക്കും പഠിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ ആ പോയിന്റിലാണ് നമ്മൾ അതിന്റെ കറക്ഷനും ചെയ്യുന്നത്. ബുദ്ധൻ പറയുന്ന അതിന്റെ പരിഹാരം അപ്ലൈ ചെയ്യുന്ന അവിടെയാണ്. അതായത് ഫീലിങ്സ് ഉണ്ടാകുന്നു, അതിന് ശേഷമാണ് നമ്മുടെ വികാരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഫീലിങ്സ് ഉണ്ടാകുന്ന ആ പോയിന്റിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യാൻ നിർത്തുക. അതായത് അതിനെ സ്ഥിരമായിട്ട് എപ്പോഴും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫീലിങ്സിനൊരു സ്വഭാവമുണ്ട്, അത് തനിയെ മാഞ്ഞു പോകും. അത് ശരീരത്തിൽ നിലനിൽക്കത്തില്ല. കാരണം ശരീരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൽ എന്ത് ഫീലിങ്സ് ഉണ്ടായാലും, അതിപ്പോ സുഖത്തിന്റെ ഫീലിംഗ് ഉണ്ടായാലും ദുഃഖത്തിന്റെ ഫീലിംഗ് ഉണ്ടായാലും ശരീരത്തിൽ അത് നിലനിൽക്കുന്നില്ല. അപ്പൊ നമ്മളതിനെ ജാഗ്രതയോടെ വീക്ഷിച്ചാൽ മാത്രം മതി, അത് തനിയെ പൊക്കോളും. അതിനോട് നമ്മൾ ഇഷ്ടക്കേടും കാണിച്ച് പിന്നെയും വികാരം ഉണ്ടാക്കി, പിന്നെയും ചിന്ത ഉണ്ടാക്കി, പിന്നെയും ശരീരത്ത് അതിനെ പിന്നെയും ആള് കത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തനിയെ മാഞ്ഞു പൊക്കോളും. അപ്പൊ പൂർണ്ണമായ ഒരു ജാഗ്രത അവസ്ഥയിൽ എത്തണം. എപ്പോഴൊക്കെ വികാരങ്ങൾ ഉണ്ടായാലോ, എപ്പോഴൊക്കെ ശരീരത്തിൽ ഫീലിങ്സ് ഉണ്ടായാലോ, ബോഡിയിൽ വൈബ്രേഷൻസ് ഉണ്ടായാലോ, അതിനെ ജാഗ്രതയോടെ എപ്പോഴും സെൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അഷ്ടാംഗമാർഗം അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴും ഏതൊരു സമയത്തും ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഫീലിങ്സ് വൈബ്രേഷൻസ് മാറിയാലും അതിനെയൊക്കെ
ജാഗ്രതയോടെ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ അതിനെ ജാഗ്രതയോടെ നോക്കുന്നു, ആ ഫീലിങ്സ് അവിടെ തീരുന്നു, ബോഡി ഫീലിങ്സ് അവിടെ തീരുന്നു. മനസ്സ് അതിന്റെ റിയാക്ഷന്റെ അവസ്ഥയിലേക്ക്, ഇഷ്ടാനിഷ്ടങ്ങളുടെ അവസ്ഥയിലേക്ക് ഒരിക്കലും പോകുന്നില്ല, അവിടെ കട്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു നിരീക്ഷണത്തിൽ അദ്ദേഹം മനസ്സിലാക്കുന്നു ഈ 5 ഖണ്ഡങ്ങളും, അതായത് ശരീരം പ്ലസ് മനസ്സിന്റെ 4 പ്രവർത്തന ഖണ്ഡങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ മനസ്സിനെയും ശരീരത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ്. അപ്പൊ മനസ്സിന്റെ അകത്തേക്ക് അദ്ദേഹം പോകുന്നില്ല, ചിന്തകളിലേക്ക് അദ്ദേഹം പോകുന്നില്ല. കാരണം ചിന്തകൾ പോകുന്നതിന് അദ്ദേഹം ജാഗ്രതയോടെ നിരീക്ഷിക്കുക മാത്രമാണ്. ചിന്തകൾക്ക് അകത്തേക്ക് അദ്ദേഹം പെട്ടുപോകുന്നില്ല. അദ്ദേഹം ഒരിക്കലും ആബ്സെന്റ് മൈൻഡഡ് ആവുന്നില്ല. ചിന്തകൾക്ക് അകത്തേക്ക് പെട്ടുപോകുമ്പോഴാണ് നമ്മൾ ചിന്തയുടെ കൂടെ സഞ്ചരിക്കുന്നത്. ഇത് അദ്ദേഹം ചിന്തകൾ പോകുന്നതിനെ മാറി നിന്ന് നോക്കുകയാണ്. മനസ്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം മാറി നിന്ന് നോക്കുകയാണ്. ശരീരത്തിന്റെ മാറ്റത്തെ അദ്ദേഹം മാറി നിന്ന് നോക്കുകയാണ്. ഇങ്ങനെ ഈ 5 ഖണ്ഡങ്ങളെ മാറി നിന്ന് നോക്കുന്ന ആ വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിന്റെ ജാഗ്രതാവസ്ഥ വിട്ടുപോകുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യമായിട്ട് അതിന്റെ കൂടെ മുഴുകിപ്പോയാൽ മാത്രമേ ഈ ജാഗ്രതാവസ്ഥ പോകത്തുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ആബ്സെന്റ് മൈൻഡഡ് ആവുന്നത്? ഏതെങ്കിലും ഒരു ചിന്തയുടെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് ആവുന്നത്. ഇത് അദ്ദേഹത്തിന് ആ പ്രശ്നമില്ല. എല്ലാത്തിനെയും ജാഗ്രതാവസ്ഥയോടുകൂടിയാണ് അദ്ദേഹം കാണുന്നത്. പൂർണ്ണ അജാഗ്രതാവസ്ഥ, ഫുള്ളി കോൺഷ്യസ്നെസ് ആണ് അദ്ദേഹത്തിന്. ഫുള്ളി കോൺഷ്യസ് ആണ്, സമ്മാസംബുദ്ധനാണ്. അപ്പോ അദ്ദേഹം ഏത് അവസ്ഥയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് തലത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെയും അദ്ദേഹത്തിന്റെ ശരീരത്തിനെയും അദ്ദേഹം നോക്കിക്കാണുന്നത്? അപ്പൊ അദ്ദേഹം എവിടെയാണ്? ഞാൻ എൻ്റെ മനസ്സിനെയും എൻ്റെ ശരീരത്തെയും ഞാൻ നോക്കിക്കാണുക. പക്ഷെ അപ്പൊ ഞാൻ എവിടെയാണ്? ഈ മനസ്സും ശരീരം തന്നെയാണല്ലോ ഞാൻ. അപ്പൊ ഞാൻ ഏത് തലത്തിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നിട്ടാണ്, ഏത് കേന്ദ്രത്തിൽ നിന്നിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ നോക്കുന്നത്? അതാണ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിച്ച് അകത്തുള്ള ഒരു പ്യുവർ ബോധത്തിലേക്ക് നമ്മൾ എത്തുക. സാധാരണഗതി നമ്മുടെ മനസ്സ് എവിടെയാണ്? ഓരോ ഇന്ദ്രിയങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇന്ദ്രിയ ബോധത്തിലാണ് നമ്മൾ സാധാരണ നിൽക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം പിൻവലിച്ച് അകത്തേക്ക് വന്ന് ഇന്ദ്രിയങ്ങളെ പോലും നോക്കുന്ന ഒരു ബോധം, അതൊരു പ്യുവർ കോൺഷ്യസ്നെസ് ആണ്. ഒരു ശുദ്ധമായ ബോധമാണ്. അത് ഹയർ കോൺഷ്യസ്നെസ് ആണ്, ഒരു ഉയർന്ന ബോധമാണ്. ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന എല്ലാത്തിനും നോക്കിക്കാണുന്നത്. ആ ബോധത്തിനവസ്ഥയ്ക്ക് അദ്ദേഹത്തിന് ശരീരമായിട്ട് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ഞാൻ ശരീരമാണെന്ന് പറയുന്നില്ല, ഞാൻ ഈ മനസ്സാണെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന് പിന്നെ നമ്മൾ എങ്ങനെ പേരിടും? ഒരു പേരിടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ശരീരവും മനസ്സുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വേണം, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഇൻവോൾവ് ആവണം. ഈ ശരീരത്തിന്റെ ആൾക്ക്, അല്ലെങ്കിൽ ഈ ശരീരത്തിന്, അല്ലെങ്കിൽ ഈ മനസ്സിന് ഇതിനാണ് ഞാൻ ഇന്നയാളെന്ന് പേരിടുന്നത്. അല്ലാത്ത ഒരു ബോധത്തിന് നമ്മൾ എങ്ങനെ പേരിടാൻ പറ്റും? ഒരു ശുദ്ധബോധത്തിന്, അല്ലെങ്കിൽ ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിന്, ഒരു ഉയർന്ന ബോധതലത്തിന്, ഹയർ കോൺഷ്യസ്നെസ്സിന് നമുക്ക് എങ്ങനെ പേരിടാൻ പറ്റും? രൂപവും ഭാവവും ഒക്കെ വരുന്നത് ഈ ശരീരത്തിനും മനസ്സിനൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വിട്ടു നിന്നാണ് അതിനെ ട്രാൻസെൻഡ് ചെയ്യാന്ന് പറയും. മനസ്സിനെയും ശരീരത്തെയും ട്രാൻസെൻഡ് ചെയ്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഈ ബോധത്തിൽ നിൽക്കുന്നത്. ആ ബോധത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാത്തിനും, സ്വന്തം ശരീരത്തിനെ മനസ്സിനെ തന്നെ അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. സ്വയം ദൃക്സാക്ഷിയായിട്ട് സ്വയം വിറ്റ്നസ് ചെയ്ത് സ്വയം അനുഭവിക്കുകയാണ്, അനുഭവത്തിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയ്ക്ക് അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റുന്ന ഒരേ ഒരു വാക്കേ ഉള്ളൂ: പൂർണ്ണ ബോധത്തിലുള്ള എന്തോ ഒന്ന്, ഒരാള്, പൂർണ്ണ ബോധവാൻ എന്ന് മാത്രം പറയാം. അതിനാണ് ബുദ്ധൻ എന്ന് പറയുന്നത്, അതിനാണ് ബുദ്ധത്വം എന്ന് പറയുന്നത്. ആ ബുദ്ധത്വമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇനി എന്നെ പേര് വിളിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ശരീരവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നില്ല, മനസ്സുമായിട്ട് ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഗൗതമൻ എന്ന് വിളിക്കുന്ന വിളി ഇപ്പൊ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഗൗതമൻ എന്ന് പറയുന്നത് ഈ ശരീരവും കോമ്പിനേഷനും ഒക്കെ ഉള്ള ഒരാളെ വിളിച്ചു, പക്ഷെ ഞാൻ ആ അവസ്ഥയിലല്ല നിൽക്കുന്നത്. ഇതിനെല്ലാം നോക്കിക്കാണുന്ന മറ്റൊരു ദൃക്സാക്ഷിയുടെ അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ എന്ന് പറയുന്ന തോന്നൽ അദ്ദേഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറുന്നത്. അദ്ദേഹം നോക്കുമ്പോ എന്താ, കുറെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇതെല്ലാം.
നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അനിത്യമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇതെല്ലാം. ഞാൻ എന്ന് പറയുന്ന തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ആ നിമിഷം ഇല്ലാതാവുക, അരഹതനാവുക. അവിടെയാണ് അഹം എന്ന് പറയുന്ന തോന്നൽ ഇല്ലാണ്ടാവും. ഞാൻ എന്ന് പറയുന്ന തോന്നൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാവും. കാരണം അദ്ദേഹം അറിയുക, സ്വയം അനുഭവിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഞാനെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന എന്റെ അറ്റാച്ച്മെന്റുകളല്ല ഈ പറയുന്ന 5 പ്രവർത്തനങ്ങളോട് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അതിനെ പഞ്ച ഉപാദാന ഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ 5 അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ ഉപാദാന ഖണ്ഡങ്ങൾ. ഉപാദാനം എന്ന് പറഞ്ഞ അറ്റാച്ച്മെന്റ്. ഈ 5 ഉപാദാന ഖണ്ഡങ്ങളെ നിരീക്ഷിക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരാൾ പൂർണ്ണ ബുദ്ധാവസ്ഥ എത്തുന്നത്. ഇതെല്ലാവർക്കും എത്താൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അർഹതാവസ്ഥ എത്താൻ പറ്റുന്നതാണ്. അതിനാണ് അഷ്ടാംഗമാർഗം അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത് നമ്മളോട് പഠിപ്പിച്ചത്. ഈ അഷ്ടാംഗമാർഗം കൃത്യമായിട്ട് ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന അവസ്ഥയിൽ എത്താം. തഥാഗതൻ, ഞാൻ തഥാഗതനാണ്, ആ വഴിയിലൂടെ സഞ്ചരിച്ചവനാണ്, ആ അവസ്ഥയിൽ എത്തിയവനാണ്. നിങ്ങൾക്കും തഥാഗതനാവാം. ഞാൻ മാർഗം മാത്രം കാണിച്ചു തരുന്നു, ഞാൻ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളത് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും അവിടെ എത്താം. അങ്ങനെ എത്തിയാൽ മാത്രമേ നിങ്ങൾ പൂർണ്ണമായി ദുഃഖത്തിൽ നിന്ന് വിമുക്തനാവുകയുള്ളൂ. എന്നിട്ട് ആ ഒരു തിരിച്ചറിവിന്റെ ബലത്തിൽ നിന്നുകൊണ്ടിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. അപ്പൊ നിങ്ങളുടെ അറിവ് ഒന്നും കൂടെ പൂർണ്ണമായി, ഡ്രൈവിംഗ് പഠിച്ചു നിങ്ങൾ, എങ്ങനെയാണ് ഗിയർ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലച്ച് അമർത്തേണ്ടത്, എങ്ങനെയാണ് ആക്സിലേറ്റർ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ന്യൂട്രൽ ഇടേണ്ടത്, എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇനി നിങ്ങൾ വണ്ടിയായിട്ട് പോവുക. അപ്പോ നിങ്ങൾക്ക് അപകടമില്ലാതെ ഈ വണ്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ മറ്റുള്ളവർക്ക് ആർക്കും തരാൻ പറ്റാത്ത ആ ദർശനമാണ് നമുക്ക് കിട്ടിയത്. ഇത് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിലുള്ള ഒരു മതം എന്ന് വിളിക്കാൻ അർഹതയുള്ള ഒരേ ഒരു സാധനം, ധമ്മം. അതിനകത്ത് പല യാനങ്ങൾ അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന സാധനം തേരവാദമാണോ, മഹായാനമാണോ, നവയാനമാണോ എന്നുള്ള പേരുകളൊന്നും അവിടെ ഇല്ല. ധമ്മമാണ്. മനസ്സെങ്ങനെയാണ്, ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ സയൻസ് ഓഫ് മൈൻഡ് ആൻഡ് മാറ്റർ, ബോഡി ആൻഡ് മൈൻഡിന്റെ സയൻസ് മാത്രമാണ്. ധമ്മമാണ്, അതിന്റെ പ്രകൃതമാണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള പഠനമാണ്, അതിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. അതാണ് അവിദ്യ മാറി വിദ്യനാവുകയാണ് നമ്മൾ. വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ, അവിദ്യ മാറി നമ്മൾ വിദ്യയിലേക്ക് വരികയാണ്. അഷ്ടാംഗമാർഗത്തിന് 8 ഘട്ടങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ആദ്യം തുടങ്ങുന്ന ഒരു അറിവ്, നിങ്ങളെപ്പറ്റി ഒരു അറിവില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ. 8 ഘട്ടങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെപ്പറ്റിയുള്ള അറിവുള്ള ഒരാളായി മാറും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബുദ്ധനിൽ നിന്ന് പഠിക്കേണ്ടത്. അല്ലാതെ ബുദ്ധന്റെ പേരിൽ നമ്മൾ കുറച്ച് പ്രതിമയുണ്ടാക്കിയാലോ, മാലയിട്ടാലോ, പൂജിച്ചാലോ, അതിന്റെ പുറത്ത് പനിനീരൊഴിച്ചാലോ, അതിന്റെ പുറത്ത് പാലൊഴിച്ചാലോ, അവിടെ ചന്ദനത്തിരി കത്തിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും നമ്മളെ പഠിക്കുന്നില്ല. നമ്മളപ്പോ പോകുന്നത് ഏത് വഴി കൂടെയാ? ഈ പറയുന്ന ദൈവവിശ്വാസികൾ പോയ അതേ വഴി കൂടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയൊക്കെ ചെയ്താൽ അതല്ലല്ലോ ബുദ്ധന്റെ ദർശനം. ദൈവവിശ്വാസികൾ പോണ വഴി കൂടെ പോകാനാണെങ്കിൽ എളുപ്പമല്ലേ? ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, ബുദ്ധനെ വെച്ച് പൂജിച്ചാൽ മതി. അതുപോലെ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ ഒന്നുകൂടെ നമ്മോട് പറയുന്നുണ്ട്, ധമ്മത്തെ മാത്രം ആശ്രയിക്കുക, മറ്റൊന്നിനെയും ആശ്രയിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സ്, നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അത് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. പുറത്തുനിന്ന് ഒരാൾക്കും അത് അറിയാൻ പറ്റില്ല. ഇതിനൊക്കെ ഘടകവിരുദ്ധമാണ് ബോധിസത്വന്മാരെ പൂജിക്കുന്നതെന്നും പറഞ്ഞ് പിന്നീട് ബ്രാഹ്മണർ ഉണ്ടാക്കിയെടുത്ത മഹായാനം. ബുദ്ധന്റെ തത്വങ്ങൾക്ക് അതിന്റെ അടിവേര് വെട്ടുന്ന രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളാണ് അതിനകത്തുള്ളത്. അത് അവർക്ക് പ്രചരിപ്പിക്കാൻ ആദ്യം ഒന്നും അവർക്ക് സാധിച്ചില്ല. കാര്യം എന്താ? ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഭിക്ഷുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങൾ പരത്താൻ അവർ ആദ്യം ശ്രമിച്ചു നോക്കിയിട്ട് അശോകനും അത് പരാജയപ്പെടുത്തി. 50,000-ഓളം മഹായാനികളെ അല്ലെങ്കിൽ മഹാസംഘികരെ അദ്ദേഹം അതിനകത്ത് നിന്ന് പുറത്താക്കി. അന്ധവിശ്വാസം ഇതിനകത്ത് കുത്തിക്കയറ്റാനായിട്ട് അന്നും ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ആ പറയുന്ന അശോകന്റെ ഭരണത്തിനെ ഇവർ നശിപ്പിച്ചതിന് ശേഷം, ഇവർ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം ശരിയായിട്ടുള്ള ഭിക്ഷുക്കളെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കിയിട്ട് ഈ പറയുന്ന സങ്കല്പങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടുക്കുന്ന ഭിക്ഷു സംഘത്തെ അല്ലെങ്കിൽ ബ്രാഹ്മണിക ഭിക്ഷുക്കളെ അവർ പ്രൊമോട്ട് ചെയ്യുകയും അവരുടെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി നമ്മുടെ സാധാരണ ആൾക്കാരുടെ വിദ്യാഭ്യാസം കൂടെ നിഷേധിച്ചു. അപ്പോ ഈ പറയുന്ന തെറ്റുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തടസ്സമായി നിന്ന ശരികളുടെ കാര്യങ്ങളെല്ലാം അവർ ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഈ തെറ്റുകളെ അവർ പ്രൊമോട്ട് ചെയ്തത്. നമ്മൾ ഇപ്പോഴും, നമ്മുടെ ചില ആൾക്കാർ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ബോധിസത്വന്മാരെ പൂജിക്കുന്നുണ്ട്. ചില ഭിക്ഷുക്കളായിട്ട് നടക്കുന്നവർ പോലും ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ബുദ്ധൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണല്ലോ ഇവർ ചെയ്യുന്നത്. ഏത് ബോധിസത്വൻ എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഐശ്വര്യം ചൊരിഞ്ഞു തരുന്നു എന്നാണ് നിങ്ങൾ സങ്കല്പിക്കുന്നത്? പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഒരു പരമാത്മാവും ജീവാത്മാവും മരണത്തിന് ശേഷമുള്ള ഒരു ലോകങ്ങളും ഇല്ല. അതൊക്കെ ധമ്മവിരുദ്ധമാണ്, റിയാലിറ്റിക്ക് വിരുദ്ധമാണ്, യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടുള്ള വെറും മൂഢസങ്കല്പങ്ങൾ, ഭാവനാ സൃഷ്ടികൾ മാത്രമാണ്. അതിനെ പൂജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും പഴയ ദൈവവിശ്വാസികളുടെ ആ ട്രാക്കിലൂടെ ആണ് പോകുന്നത്. ഡ്രൈവിംഗ് അറിയാൻ മേലാത്തവർ വണ്ടി എടുത്തുകൊണ്ട് പോണ പോലെയാണ് പോണത്. നിങ്ങൾ ശരിക്കും പഠിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാണ് പഠിക്കേണ്ടത്. അതാണ് നമുക്ക് ഇനി, കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ദർശനത്തെ ആൾക്കാർ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇനിയും നഷ്ടപ്പെട്ടു പോകും. ഇതിന് തനിയെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഒരു അമ്മുമ്മ കഥ പോലെ, കെട്ടുകഥ പോലെ, ദൈവത്തെ പറ്റിയുള്ള ഒരു സങ്കല്പം പോലെ, ഒരു വിശ്വാസം പോലെ ഇതിന് തനിയെ നിൽക്കാൻ പറ്റില്ല. ഇത് ആൾക്കാർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഇത് നിലനിൽക്കൂ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ ബുദ്ധമയമാക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ബുദ്ധമതം തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവര് ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ മാത്രമേ ഇത് നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ ബുദ്ധനെ പറ്റി 2 വാചനം പാടിയാലോ, ബുദ്ധന്റെ പ്രതിമ വെച്ച് ആരാധിച്ചാലോ, അതിനെ പൂജിച്ചാലോ ഒന്നും ഇത് സംഭവം മുമ്പോട്ട് പോവുകയില്ല. നമുക്ക് വേണ്ടുന്ന ഈ ദർശനമാണ്. കൃത്യമായി എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്നുള്ള പഠനമാണ് വേണ്ടത്. അപ്പൊ ഇത് പഠിപ്പിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇതിനകത്ത് ഏതെങ്കിലും ഭിക്ഷുവിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഇത്. ഭിക്ഷുക്കൾ എന്ന് പറയുന്നത് ആരാണ്? അവർ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പിള്ളേരെ വിടുന്നുണ്ട്, അവിടെ ടീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ പഠിപ്പിച്ചാലും പിള്ളേർ പഠിക്കും. വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ. ടീച്ചേഴ്സ് മാത്രം പഠിപ്പിച്ചാൽ മാത്രമേ സയൻസോ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഒക്കെ തലേ കയറുന്നൊന്നും ഇല്ലല്ലോ. നന്നായിട്ട് വീട്ടിൽ പറഞ്ഞു കൊടുത്താലും ഇത് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഭിക്ഷുക്കളുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള കപ്പാസിറ്റിയിൽ നമ്മൾ ഓരോരുത്തരും ഇതിന്റെ പ്രചാരകരാവണം. ഇത് പഠിക്കണം, ആൾക്കാരെ പഠിപ്പിക്കണം. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫുൾ ടൈമേഴ്സ് ഭിക്ഷുക്കൾ വന്നാൽ വന്നു, നല്ലത്, അത് ബോണസ്. അവർ വരട്ടെ. വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാത്രമായിട്ട് താല്പര്യമുള്ളവരെ നമുക്ക് അതിലേക്ക് നിയോഗിക്കാം. അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അവർക്ക് പ്രത്യേക യൂണിഫോം കൊടുക്കാം, കാഷായ വസ്ത്രം കൊടുക്കാം, അവർക്ക് ഭക്ഷണം കൊടുക്കാം. അതുവരെ നമ്മൾ അതിനു വേണ്ടി നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇത് പഠിക്കുക, ഇത് മനസ്സിലാക്കുക, ആൾക്കാരെ പഠിപ്പിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബൗദ്ധ രാജ്യം ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യം. കാരണം ഭിക്ഷു സംഘത്തെ മാത്രം ആശ്രയിച്ചിരുന്നുള്ള കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, ആ ഭിക്ഷു സംഘത്തിലുള്ള ഒരു തെറ്റ് പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ തെറ്റിപ്പോവും. അവരൊരു പക്ഷെ ഇല്ലാതായി വന്നാൽ അപ്പോഴും ഈ സാധനം ഇല്ലാണ്ടാവും. അപ്പൊ ഇതിനെ നിലനിർത്തണമെന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ ആൾക്കാർ തന്നെ, ജനങ്ങൾ, ഉപാസകർ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധമ്മത്തിന്റെ പ്രചാരകരായി, അതിന്റെ ഗുരുക്കന്മാരായി മാറും. ഇത് ബാബാ സാഹുവും 17ാമത്തെ വോളിയത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇത് വേണ്ടി ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ഒരു പടിയാണ് ഇത്. സാറേ, ഞങ്ങൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മളിത് എങ്ങനെ പഠിക്കണം? അതിനാണ് നമ്മളുടെ യഥാർത്ഥ ശ്രമം നടക്കുന്നത്. നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ബുക്ക് എഴുതുന്നുണ്ട്.
കൃത്യമായിട്ട് ഇതിന്റെ മൊത്തം സയൻസും ഇതെങ്ങനെ പ്രാക്ടിക്കലി ചെയ്യണം എന്നുള്ളതും ഇതെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അതിനകത്ത് ആ ഗ്രന്ഥത്തിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കൃത്യമായിട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ ഈ സംഭവത്തെ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരാൾക്ക് ബോധോദയം ഉണ്ടാകുന്നതിന് ബുദ്ധിമുട്ടില്ല. എൻലൈറ്റൻമെന്റ് എല്ലാവർക്കും ഉണ്ടാകും, പെട്ടെന്ന് കിട്ടും. ഈ പറയുന്ന 5 ഖണ്ഡങ്ങളെ പറ്റിയുള്ള ബോധം നമുക്ക് പെട്ടെന്ന് തന്നെ, അറിവ് പെട്ടെന്ന് നമുക്ക് കിട്ടും. നമ്മൾ കുറച്ച് നാളൊന്ന് ആനപാനസതിയും വിപശ്യനയും നമ്മൾ ചെയ്താൽ മാത്രം മതി. വേദനോപാസന ചെയ്താൽ മാത്രം നമുക്ക് ഒരു കുറച്ച് നാൾ കൊണ്ട്, ഒരു മാസം കൊണ്ട്, അല്ലെങ്കിൽ 1.5 മാസം 2 മാസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ബോധോദയം നമുക്ക് കിട്ടും. പിന്നെ അതിനുശേഷമുള്ള നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ആ സമ്മാസംബുദ്ധനാവുന്നിടം വരെ, അല്ലെങ്കിൽ പൂർണ്ണമായ അർഹതനാവുന്നിടം വരെ എല്ലാ അറ്റാച്ച്മെന്റ്സും മനസ്സിൽ നിന്ന് നിശേഷം എല്ലാ രാഗദ്വേഷ മോഹങ്ങളും മാറ്റുന്ന അവസ്ഥ വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ടാണ് ബുദ്ധൻ ബോധോദയത്തിന് ശേഷം 7 ആഴ്ച 49 ദിവസം കൊണ്ട് എടുത്തതിന് ശേഷമാണ് അദ്ദേഹം സമ്മാസംബുദ്ധനാവും. ബോധോദയം കിട്ടിയ ഉടനെ പൂർണ്ണമായിട്ട് സംബുദ്ധനായിട്ടില്ല. ആ കിട്ടിയ അറിവ് വെച്ച് പിന്നെ മനസ്സിനെ ഇരുന്ന് മനസ്സിനകത്തുള്ള ഓരോരോ ശീലങ്ങളെ, മെന്റൽ ഹാബിറ്റുകളെ, റിയാക്ഷന്റെ ആ പാറ്റേൺസിനെ അദ്ദേഹം മൊത്തം ക്ലിയർ ചെയ്യുകയാണ്. മെന്റൽ ഹാബിറ്റിലെ സംഘാരങ്ങളെ മുഴുവൻ ക്ലിയർ ചെയ്യുകയാണ്. അങ്ങനെ ക്ലിയർ ചെയ്ത് അത് ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ക്ലീൻ ആയിക്കൊണ്ടേയിരിക്കും. ഒരു ഘട്ടം എത്തിക്കഴിയുമ്പം നമ്മുടെ മനസ്സിൽ നല്ലൊരു ക്ലീനിങ് ആവുകയും നമ്മൾ അതിനകത്ത് നല്ല സ്കില്ലാവുകയും ചെയ്യും. പിന്നെ നമ്മളുടെ ആ യാത്ര മുഴുവൻ പിന്നെ പൂർണ്ണമായ മനസ്സിന്റെ സമാധാനത്തിലേക്കാണ് പോകുന്നത്. മൈൻഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആദ്യം ഇതിന്റെ അറിവ് കിട്ടുക, ബോധവേദത്തിലെത്തുക, അതിനുശേഷം പൂർണ്ണ ബുദ്ധാവസ്ഥയിലേക്ക് എത്തുക. ഇങ്ങനെ ആ ഘട്ടങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് ഏറ്റവും അവസാനം വെച്ചിരിക്കുന്നത് സമ്മാസങ്കപ്പോ. സമ്മാദിത്യാണ് ബോധോദയം കിട്ടുന്ന അവസ്ഥ, പൂർണ്ണമായിട്ട് എല്ലാത്തിനെ പറ്റിയുള്ള അറിവ് കിട്ടുന്ന അവസ്ഥ, ഉൾക്കാഴ്ച കിട്ടുന്ന അവസ്ഥ. അതിനുശേഷം പിന്നെ സമ്മാസങ്കപ്പോ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്. റൈറ്റ് റിസോൾവ്, റൈറ്റ് ഡിറ്റർമിനേഷൻ, റൈറ്റ് തോട്ട്. ഞാനിത് ചെയ്യും, ഞാൻ പൂർണ്ണമായിട്ട് എന്നെ ക്ലീൻ ചെയ്യും എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഘട്ടമാണ് അവസാനത്തെ ഘട്ടം. അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ചെയ്യേണ്ടതാണ്, എല്ലാവരും പഠിപ്പിക്കേണ്ടതാണ്, നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധനെ പറ്റി നമ്മൾ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഭഗവതോ അർഹതോ സമ്മാസംബുദ്ധ നമ്മൾ വിളിക്കുകയാണ്. അദ്ദേഹത്തെ മാത്രമല്ല, നമ്മൾ സ്വയം നമ്മുടെ ലൈഫിലും കൂടെ അത് അങ്ങനെ ആക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കാനും ശ്രമിക്കണം. ഇതാണ് ഈ ഒരു ദിവസത്തെ, അതായത് നമുക്ക് ബാബാ സാഹബ് വിഭാവനം ചെയ്ത ആ ഒരു ബുദ്ധിസ്റ്റ് ഇന്ത്യയെ ബുദ്ധമയമാക്കുന്ന ഒരു ഇന്ത്യയിലേക്ക് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കടമ അല്ലെങ്കിൽ കർത്തവ്യം ഇതാണ്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകുള്ളൂ. അല്ലാതെ ബുദ്ധനെയോ മറ്റ് ഏതെങ്കിലും ഒരു ദൈവിക ശക്തിയെയോ അല്ലെങ്കിൽ അതീന്ദ്രിയ ശക്തികളെയോ ആരാധിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളും ഈ ദൈവവിശ്വാസികളും തമ്മിൽ പിന്നെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ ബുദ്ധൻ ഇതിന്റെ ഒന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. കുറച്ച് മാജിക്കും ഒക്കെ കാണിച്ച് കുറച്ച് എന്താ പറയുക, ആൾക്കാരെ കൂട്ടി കുറെ കഥകൾ ഉണ്ടാക്കുന്ന ഒരു ഉപജാപക സംഘത്തെയൊക്കെ ഉണ്ടാക്കി കഥകൾ കുറച്ചങ്ങ് പ്രചരിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ ബുദ്ധൻ. അദ്ദേഹം അതല്ലല്ലോ ചെയ്തത്. ഇപ്പൊ ഹിന്ദുക്കൾ ഇവരുടെ ഹിന്ദു അല്ലെങ്കിൽ ബ്രാഹ്മണ ബാബാമാരും സന്യാസിമാരും ഒക്കെ ചെയ്യുന്ന പോലെ ഭയങ്കരമായ കുറെ എന്താ പറയുക സാങ്കല്പിക കഥകൾ, അങ്ങനെ അതിശയോക്തി കലർന്ന കുറെ കഥകളങ്ങ് പ്രചരിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അതല്ലല്ലോ അദ്ദേഹം ചെയ്തത്. അപ്പൊ നമ്മുടെ വഴി എന്ന് പറയുന്നത് കൃത്യമായ യാഥാർത്ഥ്യത്തിന്റെ വഴിയാണ്, സങ്കല്പത്തിന്റെ ഒന്നും വഴിയല്ല. അപ്പൊ നമ്മൾ ഇടയ്ക്ക് തന്നെ നമ്മുടെ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിക്കകത്ത് ഇടയ്ക്ക് തന്നെ അതിനകത്ത് കാര്യം ബുദ്ധനോടുള്ള ബാബാ സാഹിബിനോടൊക്കെ ഉള്ള റെസ്പെക്റ്റും ഡിവോഷനും ഒക്കെ ഇവിടെ ആൾക്കാർക്ക് ഉണ്ടെങ്കിലും അവർ പോകുന്ന വഴി തെറ്റാണെങ്കിൽ ആ വഴിയും കൂടെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബാധ്യതയും റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലും ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളുമായിട്ട് ബുദ്ധമതമാണ് ഇതെല്ലാം ബുദ്ധമതമാണെന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന അവരെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഭിക്ഷു എന്തെങ്കിലും കാണിച്ചാൽ അതെല്ലാം ശരിയാണ്, അതെല്ലാം ബുദ്ധത്തിന്റെ സംഭവമാണെന്ന് നമ്മൾ ഒരിക്കലും എടുക്കരുത്. ഇത് ബുദ്ധൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കലാമസൂത്രയ്ക്കകത്ത് പറയുന്നതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടോ, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടോ ഒന്നും പറഞ്ഞ് നിങ്ങളൊരു കാര്യം എടുക്കരുത്. അല്ലെങ്കിൽ കേട്ടുകേൾവി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ ഇട്ടത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി അതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനെ എടുക്കാവുള്ളൂ. ബുദ്ധൻ എടുത്തിരിക്കുന്നത് ഒരു ബുക്കിൽ നിന്നല്ല അദ്ദേഹം പഠിച്ചത്. സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയും തന്നെയാണ് അദ്ദേഹം പഠന വസ്തുവാക്കിയത്. ഇതിലും നല്ലൊരു ബുക്ക് വേറെ ഇല്ല. നമ്മുടെ സ്വന്തം ഓൺ ബോഡി ആൻഡ് മൈൻഡ്. നമ്മൾ അതിനെ തന്നെയാണ് പഠന വസ്തുവാക്കേണ്ടത്. നമുക്ക് ആ കൂടി പഠിക്കേണ്ടത് എങ്ങനെ നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം നമുക്ക് പുറത്തുനിന്ന് കിട്ടിയാൽ മതി. ബാക്കി പണി മുഴുവൻ നമ്മുടേതാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ടൈം മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്താം. നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ ആലോചിക്കുന്നത് ബുദ്ധിസ്റ്റ് ഇന്റർനാഷണൽ നെറ്റ്വർക്കിൽ നമ്മൾ അടുത്തൊരു സീസൺ പൂർണ്ണമായിട്ടും ധമ്മ പഠനവും പ്രാക്ടീസിനും വേണ്ടി ഒരു സീസൺ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ബുദ്ധൻ 80 വയസ്സ് വരെ ഇത് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവസാനം മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് പോലും ഒരാൾ വന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ധമ്മ പഠിക്കണം എന്ന് പറഞ്ഞു വരുന്ന ആളോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം പഠിപ്പിച്ചതുകൊണ്ട് തീരുന്നതല്ല. കൂടുതൽ ആൾക്കാർ വരും. നമ്മളിതെന്നും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. കൂടുതൽ ആൾക്കാരിൽ എത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ ആവുകയും ചെയ്യണം. നീ നിന്റെ ബുദ്ധനാവുക, നീ നിന്റെ വെളിച്ചമാവുക. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മാത്രമേ ബുദ്ധനാവുകയുള്ളൂ, നിങ്ങൾക്ക് ആർക്കും പറ്റത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഓരോരുത്തർക്കും അതേ അവസ്ഥയിലെത്താം. ഇത് പഠിച്ചാൽ മാത്രം മതി. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബുദ്ധപൂർണിമയുടെ സമയത്ത് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ സംശയങ്ങളോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനോ സജസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അഥവാ ഇനി ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും പെശ കൊണ്ടോ എന്നൊന്നും ആലോചിക്കേണ്ട. എന്ത് രീതിയിലുള്ള ഡൗട്ടുകളാണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യാം, സംസാരിക്കാം. സാറേ, ഇപ്പൊ നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നായിരുന്നല്ലോ സാർ, വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. 2-3 ദിവസം മുമ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഈ കരുമാടി സ്ഥലത്തെ അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പോസ്റ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അവിടെ പൂജയും കാര്യങ്ങളും അങ്ങനെയൊക്കെ അവരുടെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം അവരെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ തെറ്റ് പറയുന്നത് അവർ ബോധത്തോടു കൂടി അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ തെറ്റ് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാര്യം എങ്ങനെയും ബ്രാഹ്മണിക സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കടക്കണം, അല്ലെങ്കിൽ ബ്രാഹ്മണിക സിസ്റ്റത്തിനകത്ത് അതിനോടൊരു മനസ്സുകൊണ്ടൊരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു എതിർപ്പ് ഉണ്ടാക്കി പുറത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും, ബാബാ സാഹിബിന്റെ വഴി കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും ബുദ്ധനും ബുദ്ധിസ്റ്റിലേക്കും പോകണമെന്ന് ആദ്യമേ തീരുമാനിക്കും. അത് ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിഞ്ഞുകൊണ്ടിട്ടല്ല പലരും ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് ബുദ്ധനാവുന്നത് എന്നുള്ള ആ പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു എക്സർസൈസ് പൂർണ്ണമായിട്ടും ചെയ്തിട്ടല്ല ഒരാൾ ഇതിലേക്ക് ആവുന്നത്. ഇപ്പൊ ഞാൻ 2002 നമ്മുടെ രാമൻകുട്ടി സാറ് ഇത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ആ പരിപാടിയിൽ വെച്ചാണ് ഞാനും ഇതാവുന്നത്. അന്നേരം നമ്മുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് ഇനി ഹിന്ദു എന്നുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കാസ്റ്റ് സിസ്റ്റത്തിന്റെ അകത്ത് എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് ബാബാ സാഹിബിന്റെ പാതയിലോട്ട് പോകണം. ഇത്ര മാത്രമുള്ള ആ സമയത്ത് നമ്മളുടെ മനസ്സിനകത്ത് തോന്നൽ. അതെങ്ങനെ പോകണം, എങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളതൊക്കെ അന്നേരം നമുക്ക് യാതൊരു ക്ലൂവും ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങ് വെക്കുക. പക്ഷെ അതിനുശേഷം പിന്നെ നമ്മുടെ അന്വേഷണം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് സത്യത്തെ മനസ്സിലാക്കാൻ പറ്റിയത്. അതിന് പകരം ഞാനും ഇതുപോലെ ഇന്ത്യക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആൾക്കാർ കാണിക്കുന്നതിന്റെ പുറകെ മാത്രമാണ് ഞാൻ അങ്ങ് പോവുകയായിരുന്നെങ്കിൽ എനിക്കത് ചിലപ്പോൾ ഞാനും അങ്ങനെ അങ്ങ് പോയേനെ. ഇതൊക്കെയാണ് ബുദ്ധിസം എന്ന് തോന്നിയിട്ട്. പക്ഷെ അതിനകത്തൊന്നും നമ്മൾ പോവാത്തതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ബുദ്ധൻ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ദുഃഖത്തിന്റെ കാരണം, അതിന്റെ പരിഹാരം, അതിന്റെ മാർഗം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കുമോ ഇല്ലെന്നുള്ള ആദ്യം നമ്മൾ നോക്കണം.
ബുദ്ധന്റെ പ്രതിമയിൽ ഫോട്ടോ മാലയിട്ടാൽ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ മനസ്സിന്റെ പ്രശ്നങ്ങളും മാറുമോ? ബുദ്ധന്റെ വന്ദനങ്ങൾ കുറെ പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് അസ്വസ്ഥതകളും ദുഃഖങ്ങളും മാറുമോ? അല്ലെങ്കിൽ ബുദ്ധന്റെ പ്രതിമയുടെ മുമ്പിൽ കുറച്ച് നേരത്തെ നിന്ന് കുറച്ച് ഡാൻസ് കളിച്ചാലോ, കുറച്ച് പാട്ട് പാടിയാലോ, കുറച്ച് ആഘോഷങ്ങളൊക്കെ നടത്തി പിരിഞ്ഞു പോയാലോ, സാമ്പ്രാണി കത്തിച്ചാലോ എൻ്റെ ദുഃഖങ്ങളും ദുഃഖത്തിന്റെ കാരണങ്ങളും പ്രശ്നവും പരിഹരിക്കപ്പെടുവോ? ഇത് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. അങ്ങനെയെങ്കിൽ ഇതൊന്നും അല്ല ബുദ്ധൻ പറഞ്ഞു തന്നത്. പുള്ളി പറഞ്ഞു തന്നത് കൃത്യമായിട്ട് സ്പെസിഫിക് ആണ്. ദുഃഖം, ദുഃഖത്തിന്റെ കാരണം, അതിന്റെ പരിഹാരം, അതിന്റെ മാർഗം. ആ മാർഗമാണ് അഷ്ടാംഗ മാർഗം. അപ്പൊ അതെന്താണ്? അതിനെ തെറ്റിക്കാൻ, വഴി തെറ്റിക്കാൻ കിടപ്പുണ്ട് കുറെ സാധനങ്ങൾ. അഷ്ടാംഗമാർഗം ഇന്നതാണെന്നും പറഞ്ഞ് മഹായാനക്കാർ അതിനെ ഓർഡർ തെറ്റിച്ചിട്ടുണ്ട്. അതിന്റെ മൊത്തം വ്യാഖ്യാനവും മാറ്റിയിട്ടുണ്ട്. നമ്മൾ അതിനകത്തും ചെന്ന് പെട്ടുപോകും. പക്ഷെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അത് തെറ്റാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം. ഈ പ്രാക്ടീസ് ചെയ്ത് നോക്കാത്ത ഒരാൾക്കും സത്യം മനസ്സിലാവത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള 5 ഉപാദാന ഖണ്ഡങ്ങളുടെയും പ്രവർത്തനത്തെ നമ്മുടെ എക്സ്പീരിയൻഷ്യൽ നോളജ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് അതിനെ അനുഭവിച്ച് അതിന്റെ അനിത്യത മനസ്സിലാവാത്ത ഒരാൾക്ക് ഒരിക്കലും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവത്തില്ല. അതിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രം നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും. അത് വലിയ പാടുള്ള കാര്യവുമല്ല, പ്രാക്ടീസ് ചെയ്ത് എത്താവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാവുന്നിടം വരെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് ആൾക്കാർ ചിലപ്പം സ്വയം മണ്ടരായി പോകാം, അല്ലെങ്കിൽ ആൾക്കാർ ആരെങ്കിലും അവരെ മണ്ടന്മാരാക്കുകയും ചെയ്യാം. അതൊക്കെയാണ് പലപ്പോഴും അവിടെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരിട്ട് അവരെ അങ്ങനെ എനിക്ക് അവരെ ഇത് ചെയ്യാൻ തോന്നുന്നില്ല, കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല. കാര്യം ചിലപ്പോൾ അവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവർ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ശരിയായ ഒരു സാധനത്തിനെ നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് വരെ അവർ ചിലപ്പോൾ അതിനകത്തൊക്കെ തന്നെ പെട്ടുപോകും. അപ്പൊ നമ്മുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെയും കൂടെ നേരെയാക്കി എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് കൊടുത്തതിന് ശേഷവും പിന്നെ അവരത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവരെ പറയാം, ഓക്കെ, നിങ്ങൾ ഇത് പറയുന്നത് ചെയ്യാൻ തയ്യാറാവുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരാണ്, നമുക്ക് വേണമെങ്കിൽ അവരെ പറയാം. പക്ഷെ ഇത് അവരിലേക്ക് എത്തിക്കേണ്ട ഒരു ചുമതല നമുക്കൂടെ ഉള്ളത് കൊണ്ടും നമുക്കും ഇതുവരെ അത് പൂർണ്ണമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്കിപ്പോ തൽക്കാലം അവരെ കൂടെ നമ്മൾ കമ്പാഷനോടുകൂടി തന്നെ നമ്മൾ അവരെ കാണണം. പക്ഷെ ആ ഒരു രീതികളും ആ ഒരു ശീലങ്ങളും തെറ്റായ ശീലങ്ങളും ആൾക്കാരിൽ വളർത്തി അങ്ങനെ അതിനെ എന്താ പറയുക ഒരു വിഷച്ചെടിയെ വളർത്താനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അത് എത്രയും പെട്ടെന്ന് അതിനെ വലിച്ചു കളയണം, അതിനെ നമ്മൾ ക്ലിയർ ചെയ്യണം, ആ കളകളെ പറിച്ച് കളയണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. ആ ആൾക്കാരെയും കൂടെ നമ്മൾ കൃത്യമായിട്ട് ശരിയായ പാതയിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കൂട്ടായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ബുദ്ധൻ തന്നെ ഒറ്റയ്ക്കല്ലല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹം ഭിക്ഷു സംഘത്തെ ഉണ്ടാക്കി ആ ഓരോരുത്തരോടും പറഞ്ഞു നിങ്ങൾ ഇനിയും മറ്റു കുറെ പേരെ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കിയാണ് അദ്ദേഹം അത് സ്പ്രെഡ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനെ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഹലോ സാർ, കേൾക്കാൻ പറ്റുമോ? കേൾക്കാം. നമ്മളെ അജിത് മാസ്റ്റർ സംസാരിച്ച ഈ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിന്റെ ഒരു അൾട്ടിമേറ്റ് കാര്യമാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ സമൂഹം പൂർണ്ണമായിട്ടും നവീകരിക്കപ്പെടുന്നതിന്റെ ഒരു വലിയൊരു ആശയമാണല്ലോ സാർ ഇപ്പൊ ഈ പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യം ഇതേ സാറ് പറയുന്ന എല്ലാ അർത്ഥത്തോടെയും മനസ്സിലാക്കാൻ പറ്റുന്ന പാകപ്പെട്ട മനസ്സിന്റെ ഉടമകളൊന്നും അല്ലല്ലോ നമ്മളെ സമൂഹം നിൽക്കുന്നത്. അപ്പൊ ഇവരെ ഈ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഒട്ടനവധി കടമ്പകൾ കടന്നു വരണം. ഇവരും അത്രത്തോളം ബോധമില്ലാതെ നിൽക്കുന്ന ഒരു സമൂഹമാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിവുള്ള സമയത്ത് ഇവരെ ഈ വലിയൊരു ബോധനത്ത് കൊണ്ടുവരണമെങ്കിൽ ആദ്യ പടി എന്ന രീതിയിൽ ആ സമൂഹത്തിനോട് ചേർന്ന് അവരോടൊപ്പം അവരുടെ ഇടങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി അവരെ ബോധ്യപ്പെടുത്തി അവരാരാണെന്നെല്ലാം പഠിപ്പിച്ച്
അങ്ങനെ ചരിത്രപരമായി കുറെ വസ്തുതകൾക്ക് നിരത്തി ബോധ്യപ്പെട്ട് അവരെ ആത്മാഭിമാനമൊക്കെ ഉയർത്തി അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയൊക്കെ വന്ന് അവസാനം പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലും നവീകരിക്കുന്ന ഒരു തലത്തിലാണ് ഈ സാർ ഈ പറഞ്ഞ കാര്യം ചെന്ന് എത്തുന്നത്. അപ്പോൾ ഇതിലോട്ട് ആള് കൂടുതൽ വരണമെന്നും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് പ്രവർത്തിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ പറയുന്ന സമൂഹത്തിന്റെ താഴെത്തട്ടിലോട്ടും ഇത് ഈ കാര്യമല്ല, ഈ നവീകരിക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ അവരോടൊപ്പം ഇറങ്ങി നിന്ന് ഈ പ്രവർത്തനങ്ങൾ രൂപപ്പെടണ്ടേ എന്നുള്ളൊരു സംശയമുണ്ട്. അത് അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനകത്ത്. പറഞ്ഞു തീർന്നു സാർ. അല്ല, എന്തെങ്കിലുമുള്ള പ്രശ്നം പറയാമോ സാറേ? ഇത് ഇങ്ങനെ ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിട്ട് പല കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നവരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി വർഷങ്ങളോളം കടന്ന് പോവും. ഒരു വലിയൊരു കൂട്ടത്തെ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഒരു വലിയ തരത്തിലൊരു മാറ്റത്തിനോ ഇത് കാരണമാവൂല എന്നൊരു തോന്നലുണ്ട്. അതായത് സംശയം തോന്നാൻ കാരണം അറിയാമോ സാർ? സംശയം തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാറ് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, മറ്റുള്ളവർ ഇപ്പൊ കരുമാടിയിൽ നടക്കുന്ന സംഭവമായി ഞാൻ അതിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരെടുത്തും ഈ സത്യം പറയാൻ ശ്രമിക്കുമ്പോൾ ഇത്രയും മാറ്റത്തിലോട്ട് എത്തിയവർ പോലും ഇതിനകത്തെ തർക്കങ്ങൾ ഉന്നയിക്കുന്നത്. അവർ പറയുന്നത് അഷ്ടാംഗ മാർഗത്തിന്റെ ഓർഡർ തെറ്റാണെങ്കിൽ എന്താ നമുക്ക് എന്താ മനസ്സിലാക്കിയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അത് ഇതിനെക്കുറിച്ച് ദീക്ഷ സ്വീകരിച്ചവര് ഇതിന്റെ ഒരു വലിയൊരു കോർഡിനേഷന്റെ ഭാഗത്തായ ആൾക്കാർ പോലും ഇതിനെ അത്ര അലാഹത്തോടെയാണ് ഈ പരമമായ സത്യത്തിനെ അവർ തള്ളിക്കളയുന്നത്. ഈ കാര്യങ്ങളിൽ ഒരു 50% കാര്യങ്ങൾ സാറ് പറഞ്ഞതുപോലെ സവർണന്റിൽ നിന്ന് മാറി ചിന്തിച്ച് ഇങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി ബാബയുടെ അംബേദ്കറിസവും ബുദ്ധിസവും എന്ന സ്ഥാനത്തിലോട്ട് എത്തിയവർ പോലും അവിടെ സംതൃപ്തരാണ്. അപ്പുറത്തോട്ട് അത് ശരിയാണോ എന്നോ അല്ലെങ്കിൽ ഇതാണോ ശരിയായ തരത്തിൽ എത്തിയോന്നുള്ളതൊന്നും അല്ല. അവരെ സംബന്ധിച്ചോളം അവര് സാറ്റിസ്ഫാക്ഷനോടെ നിന്നുകൊണ്ട് അതങ്ങ് പ്രവർത്തിച്ച് കാട് കയറിയാണ്. ഇപ്പൊ എന്റെ ഏരിയയിൽ തന്നെ 3-4 സ്ഥലങ്ങളിൽ ഇത് വലിയൊരു കൂട്ടമായി. അത് എല്ലാം സാധാരണ റബ്ബർ വെട്ടാൻ പോകുന്ന സാധാരണ സാധുക്കളായ ആൾക്കാരാണ്. അപ്പൊ എനിക്കറിയാം ഇവർ ചെയ്യുന്നത് മാറ്റമാണെങ്കിൽ പോലും ഇത് എന്തല്ല അൾട്ടിമേറ്റ് അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവർക്ക് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത് തർക്കിക്കാതെ സ്നേഹത്തോടെ കൂടപ്പിറപ്പ് സ്നേഹം എന്ന രീതിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പയ്യെ ഇത് സംസാരിക്കുമ്പം പോലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പം അതിന്റെയും താഴെ തട്ടി കിടക്കുന്ന ഒരു ബോധമില്ലാതെ നിൽക്കുന്ന ഒരു കൂട്ടം വലിയ സമൂഹത്തിനെ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിക്കണമെങ്കിൽ നല്ല രീതിയിൽ ആ സമൂഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടതില്ലേ? ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനകത്ത് രൂപപ്പെടുത്തേണ്ടതായിട്ടില്ലേ? ഉണ്ട്, ഞാൻ പറയാം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം. രഞ്ജിത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? രഞ്ജിത്തിന് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ രഞ്ജിത്ത് പറയാം, അത് കഴിഞ്ഞ് ഞാൻ പറയാം. ഞാൻ പറയാം. അതായത് ഇതിനകത്ത് സുരേഷ് സാർ പറഞ്ഞത് നമ്മൾ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഇത് ചെയ്യാം, നമുക്ക് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ നടക്കുന്നത് അതല്ല. നടക്കുന്നത് എന്താന്ന് പറഞ്ഞാല് പുറത്തുനിന്ന് കൈക്കടത്തലുകൾ ഉണ്ടായിട്ടാണ് അവിടെ നിന്നാണ് ഇത് ഉദിക്കുന്നതും അവിടെ അവരിൽ നിന്നാണ് ഇത് പടർന്നു പോകുന്നതും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ പിടിച്ച് തുടക്കക്കാരെന്ന രീതിയിൽ നമ്മൾ മെല്ലെ പതിയെ വന്ന് അൾട്ടിമേറ്റിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മനസ്സിലായത്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം. അതായത് നമ്മളിപ്പോ ഒരു മതത്തിനെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിനകത്തെ ദൈവങ്ങളെ എപ്പോഴും നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തെ വിളിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. ക്രൈസിസ് വരാത്ത സമയത്ത് ചിലപ്പോൾ അവർ അതിനെപ്പറ്റി ചിന്തിക്കത്ത് പോലും ഇല്ലായിരിക്കും. പക്ഷെ നമ്മൾക്ക് വല്ലാത്തൊരു ക്രൈസിസ്, ജീവിതത്തിൽ വല്ലാത്ത സന്നിഗ്ധമായ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുകയും എങ്ങനെയെങ്കിലും നമുക്കൊരു സമാധാനത്തിനുള്ള ഒരു സാധനത്തിന് നമുക്ക് വേണം നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും. അതുപോലത്തെ ചില അവസ്ഥകൾ വരും നമുക്ക് മനുഷ്യന്. ആ സമയത്ത് നമുക്ക് എനിക്ക് ഇതിനകത്താണ് കൂടുതൽ രക്ഷ കിട്ടുന്നത് എന്ന് തോന്നുന്ന ഒരു സാധനത്തിനെ നമ്മൾ പിടിക്കത്തുള്ളൂ. ബുദ്ധന്റെ കേസിൽ മിക്കവാറും ഈ പോയ ആൾക്കാർക്കും ഒക്കെ അറിയാം, ഇതിന്റെ കൂട്ടത്തിൽ ഈ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ അറിയാം ബുദ്ധനായാലും ദൈവമല്ല. അത്രയൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്.
ഇനി അങ്ങേ അറ്റം വരെ പോയാലും ബുദ്ധൻ വരുന്നേറും നിർവ്വാണം പ്രാപിച്ച മനുഷ്യനായതുകൊണ്ട് പിന്നെന്തായാലും അദ്ദേഹത്തിന് വേറെ ജീവിതമില്ല. അങ്ങനെയൊക്കെയുള്ള ചെറിയ മിനിമം കുറച്ച് കാര്യങ്ങളെങ്കിലും ആൾക്കാർക്ക് അറിയാം. ബുദ്ധൻ്റെത് പ്രതിമയാണ്, അല്ലെങ്കിൽ ബുദ്ധനെ പ്രവചിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് അന്നും ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ അത്യാവശ്യം ക്രൈസിസ് വരുമ്പം ഈ ബുദ്ധനെ ആരും പിടിക്കുകയില്ല. എന്നിട്ട് അവരെങ്ങോട്ട് പോകും? ഏതെങ്കിലും ഒരു പിടിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനെ കൂടെ പിടിക്കും. അപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരിയേറെ ബുദ്ധിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ, മഹാരാഷ്ട്രയിൽ പോലും ഉള്ളവർ, വീട്ടില് ബുദ്ധനെയും വെച്ചിട്ടുണ്ട്, ഗണപതിയെയും വെച്ചിട്ടുണ്ട്, ബുദ്ധനെയും വെച്ചിട്ടുണ്ട്, മഹാവിഷ്ണുവിനെയും വെച്ചിട്ടുണ്ട്. കാരണം അതിനെ കംപ്ലീറ്റ് വിട്ടുകളയാൻ പറ്റുന്നില്ല. ഒരു അത്യാവശ്യം വരുമ്പോഴത്തേക്ക് പിടിക്കാൻ അത് വേണം, ബുദ്ധനെ പിടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടാംഗമാർക്ക് അവർ പ്രാക്ടീസ് ചെയ്യുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരാരും പിന്നെ ഈ പറയുന്ന പോലെ ഗണപതിയെയോ ഗുരുവായൂരപ്പനെയോ അല്ലെങ്കിൽ ഗണപതിയോ ശിവനെയോ ഒന്നും പിടിക്കാൻ പോകില്ലായിരുന്നു. ഇത് അതിനെയും കൂടെ ഒരു 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 എന്താ പറയുക, ഒരു സ്റ്റെപ്പിനിയാക്കി വെച്ചിരിക്കുന്നതിനാന്ന് പറഞ്ഞാൽ അത്യാവശ്യം വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രാക്ടീസ് ചെയ്യാതെ ജസ്റ്റ് ഒരു താല്പര്യത്തിന്റെ പേരിൽ, ഇഷ്ടത്തിന്റെ പേരിൽ പോകുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു അപകടം ഇവിടെയാണ്. അവർ ക്രൈസിസ് വരുമ്പം അവരറിയാതെ ഹിന്ദുമതത്തിന്റെ അകത്തോട്ട് അവർ തിരിച്ചു പോകും. മനസ്സുകൊണ്ടെങ്കിലും പുറത്ത് പറയത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്കൊരു കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു വഴിയുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ അകത്ത് നമ്മളൊരു സ്ഥലത്തിന് ഒരു അഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വഴിയുണ്ട്. തെക്കാണ് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ തെക്കോട്ട് തന്നെ പോകണം, നമ്മൾ വടക്കോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് ഇപ്പം സുരേഷ് പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, ഇത്രയും സാറി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനും മാത്രമുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ അവർ വരുന്നിടം വരെ അവരിങ്ങനെ പോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത് തെക്കോട്ടാണ്. തെക്കോട്ടുള്ള വഴി കൂടാണ് പോകേണ്ടത്. എന്നാൽ തൽക്കാലം തെക്കോട്ടുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ നീ വടക്കോട്ട് പൊക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം അവൻ പോകുന്നത് തെറ്റായിരിക്കും പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം തെക്കോട്ടാണ് വഴി, നിനക്ക് അങ്ങ് വരെ എത്തുന്ന കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നീ അറ്റ്ലീസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് വെക്ക്. തെക്കോട്ടേ വെക്കാവുള്ളൂ, പക്ഷെ വടക്കോട്ട് വെക്കരുത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ആ ഒരു ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കണം. അവരെത്രത്തോളം അതിനകത്ത് പുരോഗമിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അവരെ കൊണ്ട് പുരോഗമിക്കാൻ പറ്റുന്ന തലം വരെ അവർ പുരോഗമിച്ചാലും പക്ഷെ അവർ പോകുന്ന ദിശ കറക്റ്റ് ആയിരിക്കണം. തൽക്കാലത്തേക്ക് ഒരു മുട്ടുശാന്തിക്ക് വേണ്ടിയിട്ട് എന്നാ നീ ഇങ്ങനെ അങ്ങ് പൊക്കോ, എന്നിട്ട് പിന്നെ നീ ആദ്യം വടക്കോട്ടൊക്കെ പോകും, പിന്നെ നമുക്ക് സമയം പോലെ പിന്നെ എപ്പോഴും തെക്കോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാബാ സാഹിബിന് ഈ ഒരു മതത്തിനെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. ബാബാ സാഹിബിന്റെ ബുക്കിന്റെ അകത്തും അഷ്ടാംഗമാർഗത്തിന്റെ ഓർഡർ തെറ്റി കിടക്കുന്ന അതിന്റെ കാര്യം ബാബാ സാഹിബ് അല്ല അതിന്റെ റെസ്പോൺസിബിൾ ഉത്തരവാദി. ത്രിപിടകത്തിന്റെ അകത്ത് തന്നെ ബ്രാഹ്മണർ ആ തെറ്റ് കാണിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളാണ് എഴുത്തും വായനയും അവരുടെ മാത്രം കസ്റ്റഡിയിൽ ഇരുന്നതെന്ന് ഓർക്കണം. നശിപ്പിക്കാവുന്ന എല്ലാവരും നശിപ്പിച്ചു. പിന്നുള്ളത് അവർ മാനിപ്പുലേഷൻ, മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ മാറ്റം വരുത്തുന്നത് ഞങ്ങളുടെ മുൻകൂട്ടി കണ്ടതുപോലെയാണ് ബുദ്ധൻ പറഞ്ഞത്. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ എടുക്കരുതെന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്തു നോക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യമാണ്. കാര്യം ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചു പോയാൽ ഗ്രന്ഥങ്ങൾ കാലക്രമത്തിൽ അതിനകത്ത് മാറ്റം മറിച്ചിൽ വരുത്തി കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. തന്നെയല്ല, ഈ വിദ്വാൻമാരെ മാറ്റം മറിച്ചിൽ വരുത്തുന്നതിനകത്ത് അഗ്രഗണ്യന്മാരായിരുന്നു. ബ്രിട്ടീഷുകാർ വരുന്നിടം വരെ മഹാഭാരതവും രാമായണം എഴുതിക്കൊണ്ടിരുന്നവന്മാരാണ്. എന്നിട്ടും പറയും വ്യാസന എഴുതിയെന്ന്. ഏത് 1920കളിലും 1900 ആ തുടക്കത്തിലും മഹാഭാരതം പിന്നെയും UP-യിലൊക്കെ ഓരോ വിദ്വാന്മാരിന്ന് എഴുതിക്കൊണ്ടിരിക്കുക. പറയുന്നത് വ്യാസൻ എഴുതിയ. അവസാനം ഏഷ്യാറ്റിക് സൊസൈറ്റിക്കാർ നോക്കുമ്പോൾ അവർക്ക് ഇതിനെ പരിഭാഷപ്പെടുത്തി ഇന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഈ സാധനം എഴുതി ഇവന്മാരെ നിർത്തുന്നുമില്ല. ഓരോ ദിവസം പുതിയ സംഭവങ്ങൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക. അവസാനം അവർ ചവിട്ടി നിർത്തി, ഇത് ഇവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇവർ എഴുതിയവരൊക്കെ നമ്മുടെ ഈ പരീക്ഷ പേപ്പറിൽ പിള്ളേർ അവസാനം വരെ എഴുതിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇനി മതി, ആ ഉത്തരക്കടലാസിന് തരാൻ പറഞ്ഞു. എന്നിട്ട് എടുത്തുകൊണ്ട് പോയിട്ടാണ് രണ്ടാമത് അവരതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെ എപ്പോഴും ഇതിനകത്ത് മാറ്റം മറിച്ചിലുകൾ വരുത്തുന്നതിനകത്ത് ബിരുദന്മാരാണ്. ഇപ്പൊ പോലും നമ്മളുടെ സമൂഹത്തിൽ നമുക്കറിയാം ഇവന്മാര് ചരിത്രത്തെ എന്തുമാത്രം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ ഒരു കാലം ഒരു നൂറ്റാണ്ടുകളണക്കം, അതായത് മൗര്യ സാമ്രാജ്യത്തിന് ശേഷം പുഷ്യമിത്രൻ ഇങ്ങോട്ട് കയറിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് മൊത്തം എഴുത്തും വായനയും ഇവരുടെ കയ്യിലാണ്. അഭിധമ്മ പിടകം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ത്രിപിടകത്തിനകത്ത് അവർ ഉണ്ടാക്കിയെടുത്തു. അത് മുഴുവൻ ഫിക്ഷനാണ്, ബുദ്ധൻ അറിഞ്ഞ കാര്യമല്ല. എന്നിട്ട് അതും ഈ ത്രിപിടകത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അതിനൊക്കെ ആധികാരികത കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് എന്തോരം കാര്യങ്ങൾ ഇവര് അമെന്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അംബേദ്കർ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ലാത്ത ഒത്തിരിയേറെ അമെന്റ്മെന്റുകൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പക്ഷെ പറയുമ്പോ എന്താണ് അംബേദ്കറുടെ ഭരണഘടന? അത് എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഒട്ടുമുക്കാലും ബാബാ സാഹേബ് തന്നെ അവസാനം ഫസ്റ്റ് ഡ്രാഫ്റ്റിംഗ് കൊടുത്തതിന് ശേഷം തന്നെ ബാബാ സാഹേബ് തിരിച്ചു നോക്കുമ്പോൾ ബാബാ സാഹേബ് പറഞ്ഞ കാര്യങ്ങളല്ല അതിനകത്തുള്ളത് പലതും. ഈ സംവരണത്തിന്റെ കാര്യമൊക്കെ അതിനകത്ത് ബാബാ സാഹേബ് പറഞ്ഞ പോലെ അല്ല അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഹിന്ദു മതത്തിന്റെ അകത്ത് നിന്നാൽ മാത്രമേ സംവരണം കിട്ടുള്ളൂ എന്നുള്ള കാര്യം ബാബാ സാഹേബ് പറഞ്ഞിട്ടില്ല. അത് മൂഞ്ചയും കെ മുൻഷിയൊക്കെ കൂടി ചെയ്ത കളിയാണ്, രാജേന്ദ്ര പ്രസാദ് കൂടി ചെയ്ത കളിയാണ്. അതിന് ശേഷമാണ് ബാബा പറയുന്നത് ഈ സാധനം ഞാൻ ചുട്ടുകരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മൾ പറയണത് ഇത് ബാബാ സാഹേബിന്റെ ഭരണഘടനയാണെന്നാണ്. എന്ന് പറയുന്നത് പോലെ ബുദ്ധന്റെ പേരിൽ നിന്നും പറഞ്ഞ് ഒത്തിരിയേറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ട് ഇതിങ്ങനെ വരുന്നത് കൊണ്ട് ബാബാ സാഹേബ് എടുത്ത് എഴുതുകയല്ലാതെ ബാബാ സാഹേബ് നിവൃത്തിയില്ല. പിന്നെ തന്നെയല്ല, ഒരു ബുക്ക് എഴുതാൻ ഞാൻ കിടന്ന് പെടുന്ന പാട് എനിക്കറിയാം. ആ ഒരു ബുക്ക് എഴുതാൻ ഞാൻ കിടന്ന് പെടുന്ന പാട് ഇത്ര ഉള്ളപ്പോ 32 അതായത് 17 ഇംഗ്ലീഷിലാണെങ്കിൽ 17 വോളിയം, ആ 17ാമത്തെ വോളിയം 3 പാർട്ടുണ്ട്. ഓരോ ബുക്കും ഉണ്ടാവും. അത് ഇംഗ്ലീഷിൽ ചെറിയ ലെറ്ററിൽ പ്രിന്റ് ചെയ്തിട്ട് തന്നെ ഓരോ ബുക്കും 800-900 പേജുകൾ. അതിനകത്ത് തന്നെ കിട്ടിയ മാനസ്ക്രിപ്റ്റുകൾ അത്രയും കുറവ്, ഒത്തിരിയേറെ സംഭവങ്ങൾ മിസ്സിംഗ് ആയി പോയിട്ടുണ്ട്. അപ്പൊ ആ മനുഷ്യൻ എന്തുകാര്യം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ടാവും. അത്ര നേരത്തെ അദ്ദേഹത്തിന് ഡയബറ്റീസ് പിടിച്ചത് പോലും അദ്ദേഹം ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഉറക്കമിളച്ച് ഡയബറ്റീസ് പിടിച്ച മനുഷ്യനാണ്, 65ാമത്തെ വയസ്സ് മരിച്ചത്. അദ്ദേഹത്തിന് ഇത് പ്രാക്ടീസ് ചെയ്യാനും കൂടെ സമയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തോട് ഭയങ്കര അനീതിയാ പറയുന്നത്. ഇത്രയും എഴുതി തന്നു, ഇത്രയേറെ കാര്യങ്ങൾ എഴുതി വെച്ചു. ഇന്ത്യ പോലെ ലോകത്തെ ഒരു വലിയ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ എഴുതാനുള്ള ചങ്കൂറ്റം കാണിച്ചു. ഓരോരുത്തർ രാത്രി പേടിച്ച് പനി പിടിക്കും. അത്ര വലിയൊരു ചങ്കൂറ്റം എടുത്ത മനുഷ്യൻ അതിൻ്റെ ഇടയ്ക്ക് എത്രത്തോളം സംഘടനകൾ ഉണ്ടാക്കി, ഇന്ത്യ ഒട്ടാകെ അദ്ദേഹം പ്രക്ഷോഭങ്ങൾ നടത്തി. അതിനിടയ്ക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് സംസാരിച്ചു, അവരുമായിട്ട് നെഗോഷിയേഷൻസ് നടത്തി. അതിനിടയ്ക്ക് ലോ മിനിസ്റ്റർ ആയി കഴിഞ്ഞപ്പോൾ എത്രയോ കാര്യങ്ങൾ ചെയ്തു. സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ട് അവസാനം ലോയർ പണി സ്വന്തമായിട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുകയായിരുന്നു, അല്ലാതെ ആരും അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്തത്. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യൻ പ്രാക്ടീസ് കൂടെ ചെയ്യണമായിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസാക്ഷി ഇല്ലാത്തവരായിരിക്കും. ആ ഭാഗം നമ്മളാണ് ഇനി ചെയ്യേണ്ടത്. അത്രയും കൂടെ അദ്ദേഹം എഴുതി വെച്ചു, അദ്ദേഹം ആക്കി നമുക്ക് തന്നു, ഒരു ഡയറക്ഷൻ തന്നു എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത്. ഇനി ബാക്കി ചെയ്യേണ്ടത് നമ്മളാണ്. പിന്നെ മറ്റൊരു കാര്യം, ബുദ്ധൻ ആദ്യമേ ഭിക്ഷുക്കളാക്കിയവർ ആരൊക്കെയാണ്? 5 പഞ്ചവഗ്യ ഭിക്ഷുക്കളെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് തൂപ്പുകാരൻ, തോട്ടി, വേശ്യ, ക്ഷുരകൻ, കൊള്ളക്കാരൻ എന്ന് തുടങ്ങി ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഏറ്റവും താഴേക്കടയുള്ള മനുഷ്യരെയാണ് അദ്ദേഹം മാറ്റിയത്. അവർക്കാർക്കും ഒരു വിദ്യാഭ്യാസവും ഇല്ല. അതിന്റെ അർത്ഥം ഈ സംഗതി പഠിക്കാനും വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കരുതുന്ന പോലെ വലിയ മഹത്തായ സംഭവം അല്ല ഇത്. അത് ചിട്ടയായിട്ട് ആനപാന ശ്രദ്ധ വിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് ആർക്കാ ചെയ്യാൻ പറ്റാത്തത്? അത് പഠിപ്പിച്ച് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വെക്കുന്ന ഒരു സ്റ്റെപ്പ്, ആ വെക്കുന്നത് തെക്കോട്ടാണെങ്കിൽ തെക്കോട്ട് തന്നെ പോകണം, ആ ഡയറക്ഷനിൽ തന്നെ പോകണം. നമ്മൾ വേറെ വഴിക്കോട്ട് വെച്ചിട്ട് കാര്യമില്ല. എത്രത്തോളം നമ്മൾ പോകുമോ അതല്ല ചോദ്യം, വെക്കുന്ന ഒരു സ്റ്റെപ്പ് കറക്റ്റ് ഡയറക്ഷനിലായിരിക്കണം. അതിന് പകരം നമ്മൾ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, നിങ്ങൾ ആളെ കൂട്ടാൻ വേണ്ടി തൽക്കാലം നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ അവർ ആ ശീലങ്ങൾ അവർ സ്വയം പിന്നെ ശീലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ മാറ്റി അതിൽ നിന്ന് പറിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കാര്യം, ആൾക്കാരുടെ കാര്യം അറിയാമല്ലോ. ഒരു ശീലത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പൂരിയെടുക്കാൻ വലിയ പാടാണ്. അപ്പൊ അവരൊക്കെ അതിനെ ലാഘവത്തോടെ കാണുന്നുണ്ട്, അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. നമ്മളെപ്പോഴും നമ്മുടെ ആൾക്കാരെ നയിക്കുന്നത് കറക്റ്റ് ഡയറക്ഷനിലായിരിക്കണം.
അവരെത്ര സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുന്നു എന്നുള്ള ആശ്രയിച്ചില്ല, പക്ഷെ വെക്കുന്ന സ്റ്റെപ്പ് ശരിയായ ദിശയിലേക്കായിരിക്കണം. തന്നെയുമല്ല, നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ സ്വീകരിക്കുമ്പോൾ എന്തായാലും നമ്മൾ അതിനകത്തൂടെ രക്ഷപ്പെടാനായിട്ട് അനുവദിക്കുകയില്ല എന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. നിങ്ങൾ നോക്കിയോ, നമ്മൾ ഏതൊക്കെ വഴി കൂടെ രക്ഷപ്പെടാൻ നോക്കിയോ അവിടെയൊക്കെ അവർ കല്ല് കൊണ്ടുവച്ച് അടച്ച ചരിത്രമേ ഉള്ളൂ. ക്രിസ്തുമതത്തിലേക്ക് നമ്മൾ കയറാൻ നോക്കി, അതിന്റെ നേതൃത്വം സഭകളും മുഴുവൻ അവർ പിടിച്ചെടുത്തു. ഇസ്ലാമിലേക്ക് പോകാൻ നോക്കി, അതിന്റെ കുറച്ച് നേതൃത്വം അവർ പിടിച്ചെടുത്തു. സിഖ് മതത്തിലേക്ക് പോകാൻ നോക്കി, അതിന്റെ മത നേതൃത്വം അവർ പിടിച്ചെടുത്തു. ജൈനമതം പൂർണ്ണമായിട്ട് അവരുടെ കസ്റ്റഡിയിൽ അവരാക്കി. നമ്മൾ കമ്മ്യൂണിസം എങ്കിലും നമ്മൾ ആൾക്കാർക്ക് അടുത്ത് നമ്മൾ കൊയ്യുന്ന വയലൊക്കെ നമ്മുടെ ആകുമെന്നും പറഞ്ഞ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു, തല്ലുപിടി എല്ലാം കൊണ്ടു. എന്നിട്ടും ആദ്യം നേരെ അതിന്റെ മുകളിൽ ചാടിക്കയറി അതിന്റെ പോളിറ്റ് ബ്യൂറോയും അതിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സ്ഥാനം അവർ പിടിച്ചെടുത്തു. ഒരു വഴി കൂടെ നമ്മൾ രക്ഷപ്പെടാൻ നമ്മളെ സമ്മതിക്കത്തില്ല. അപ്പൊ ഈ ഒരു സാധനം ബുദ്ധമതത്തിലേക്ക് നമ്മൾ വെക്കുന്ന ആ ഒരു ചുവടുവെപ്പ്, ഇവരുങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ, നമ്മൾ അങ്ങോട്ടേക്ക് നോക്കണ്ട എന്ന് തോന്നി ഇവർ മിണ്ടാതിരിക്കുമെന്നോ അനങ്ങാതിരിക്കുമെന്നോ തോന്നുന്നു. നമ്മൾ ആ വഴി കൂടെ പോയാലും ആ വഴി കൂടെ നിങ്ങൾ രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് അവിടെ വലയം വിരിച്ചുകൊണ്ട് വെച്ച് തന്നെയാണ് ഇവരിയ്ക്കുന്നത്. നമ്മളത് കാണണം, മുൻകൂട്ടി കാണണം. എങ്ങനെയാണ് നമ്മുടെ ധമ്മം നശിച്ചു പോയത്? ഈ പറയുന്ന ആരാധനകൾ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പതുക്കെ പതുക്കെ ബോധിസത്വന്മാരുടെ ആരാധനകളും പൂജകളും കൊണ്ടുവന്നു. ബുദ്ധനെ തന്നെ വിഷ്ണുവിന്റെ അവതാരമാക്കി പൂജിപ്പിച്ച് സംഭവത്തെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് പിന്നെ അഷ്ടാംഗമാർഗം പഠിക്കാനോ പ്രാക്ടീസ് ചെയ്യാനോ താല്പര്യമില്ല. കാര്യം ബോധിസത്വന്മാർ അവിടെ മോളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഐശ്വര്യം ഞാൻ ഇപ്പൊ തരാം, നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, നിങ്ങൾ ആരെന്നെ വിളിക്കുന്നോ ഞാൻ ഐശ്വര്യം ചൊരിഞ്ഞു തരാമെന്നും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ടെന്നാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. പരമകാരുണികന്മാരായിട്ടുള്ള അവലോകിതേശ്വരനും വജ്രപാണിയും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്, മഞ്ജുശ്രീ ഇരിപ്പുണ്ട്, താരാദേവി ഇരിപ്പുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പ്രപഞ്ചത്തില് അഭൗമ ശക്തികളായിട്ട് മായാശക്തികളായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ ജപത്തിൽ കൂടെ ധ്യാനത്തിൽ കൂടെ നമ്മൾ പ്രത്യേക ചില ധ്യാനങ്ങളും ജപങ്ങളും ഉണ്ട് ഈ ഓരോരുത്തർക്കും. അതുവഴി കൂടെ നമ്മൾ ഇവരുമായിട്ട് കണക്ഷൻ, ഓം മാനി പത്മേഹവും ഒക്കെ പറഞ്ഞ് അവലോകിതേശ്വരനായിട്ട് കണക്ഷൻ ഉണ്ടാക്കാമെന്നാ പറയും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ഇവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ പിന്നെ ഈ കഷ്ടപ്പാടൊന്നും വേണ്ട, ഐശ്വര്യങ്ങൾ ഇവരങ്ങനെ ഇങ്ങനെ ചൊരിഞ്ഞു തരുമെന്നാ പറയാം. പറയുന്നത് എന്താ? നിർവ്വാണം വേണ്ട എന്ന് വെച്ച് അവര് കമ്പാഷൻ കൊണ്ട് അവര് മരണത്തിന് ശേഷം നിർവ്വാണം വേണ്ടെന്ന് വെച്ച് ബോധസത്വന്മാരായിട്ട് പോയിട്ട് ഇങ്ങനെ ബ്രഹ്മലോകത്ത് വിഹരിക്കുകയാണ്. ഒരു കാര്യം സിമ്പിൾ ആലോചിച്ചാൽ മനസ്സിലാവും. മനസ്സിലെ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാതെ നമ്മുടെ മനസ്സിന്റെ അകത്ത് കാരുണ്യം കമ്പാഷണം ഉണ്ടാവില്ല പൂർണ്ണമായിട്ട്. എത്രത്തോളം മനസ്സിന്റെ അകത്തെ മാലിന്യങ്ങൾ മാറ്റുന്നു അത്രത്തോളം മാത്രമേ കാരുണ്യം ഉണ്ടാകത്തുള്ളൂ. മനസ്സിന്റെ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റി സമ്മാസംബുദ്ധനാവുന്ന, ഫുള്ളി പെർഫെക്റ്റ്, ഫുള്ളി ക്ലീൻ, ഫുള്ളി കോൺഷ്യസ്നെസ് ആവുന്ന, ഫുള്ളി നിർമ്മാണം പ്രാപിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇൻഫിനിറ്റ് കമ്പാഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ബുദ്ധനെ പരമകാരുണികൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരാരും അത്രയും കാരുണികന്മാരൊന്നും അല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മനസ്സിനകത്ത് മാലിന്യം വെച്ചുകൊണ്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഇവന്റെ മനസ്സിൽ നിന്ന് അഹം എന്ന് പറയുന്ന തോന്നൽ പോകത്തില്ല. അഹം എന്ന് പറയുന്ന പൂർണ്ണമായിട്ട് തോന്നൽ പോകണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. എല്ലാ തരി പോലും രാഗമോ ദ്വേഷമോ മോഹമോ അതിന്റെ ട്രേസ് പോലും മനസ്സിൽ കാണാൻ പാടില്ല. അല്പമെങ്കിലും മോഹാവസ്ഥ, അല്പമെങ്കിലും രാഗാവസ്ഥ, അല്പമെങ്കിലും ദ്വേഷാവസ്ഥ മനസ്സിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അഹം അർഹതനാവില്ല. അപ്പോ ആ പദ്ധതിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് കുറെ ഫിക്ഷൻ ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയെടുത്ത് അവരെ പൂജിച്ചോളം പറഞ്ഞിട്ട് നമ്മുടെ ആ ആൾക്കാരെ അങ്ങോട്ടേക്ക് വിടുകയാണെങ്കിൽ കാലക്രമത്തിൽ സംഭവിക്കാൻ പോകുന്നത് ചരിത്രത്തിൽ സംഭവിച്ച അതേ കാര്യമായിരിക്കും. കുറച്ച് കഴിയുമ്പം ഇത് ഹിന്ദു മതത്തിന്റെ അകത്ത് ഒരു സെക്റ്റായി മാറും. ഈ പാടുപെടുന്ന കാര്യം നമ്മൾ പാടുപെടുന്ന മുഴുവൻ വെറുതെ ആവും. 2 തലമുറയ്ക്ക് ശേഷം 3 തലമുറയ്ക്ക് ശേഷം ഹിന്ദു മതത്തിന്റെ അകത്ത് ഒരു ഉപവിഭാഗമായിട്ട് മാറാനാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? അപ്പോ ഒരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഷോർട്ട് കട്ടുകളൊക്കെ ചിലപ്പം അപകടത്തിൽ ചെന്ന് ചാടും. കാര്യം ചരിത്രത്തിൽ ഇങ്ങനെയാണ് ഇത് സംഭവിച്ചത്. എന്നിട്ട് എന്തായി? അവസാനം മഹായാന മൊത്തം ഇന്നത്തെ ഹിന്ദുമതമായി മാറി. വിഹാരങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു. അവിടെ മുഴുവൻ അമ്മമാർ അവിടെ പുതിയ പുതിയ ആരാധനകൾ കൊണ്ടുവന്നു. പിന്നെ പ്രാണപ്രതിഷ്ഠകൾ കൊണ്ടുവന്നു, താന്ത്രസം കൊണ്ടുവന്നു. പിന്നെ ഇപ്പൊ ശങ്കരാചാര്യർ വന്നു കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കി, തന്ത്ര സമുച്ചയം എഴുതി ഉണ്ടാക്കി. അതിനുശേഷം പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഫുൾ ടൈം അങ്ങ് ബിസിനസ്സായി.
ഭക്തി ബിസിനസ്. ജ്ഞാനമാർഗം വേണ്ട, ഭക്തിമാർഗം മതി എന്നായി. അങ്ങനെയാണ് ഭക്തി പ്രസ്ഥാനമൊക്കെ അങ്ങ് ചൂട് പിടിക്കുന്നത്. ജ്ഞാനമാർഗം കഷ്ടപ്പെട്ട് ഉള്ളിലേക്ക് നോക്കുക, അവനവന്റെ മനസ്സിന് ചരിത്രം പഠിക്കുമ്പോൾ കിട്ടുന്ന ജ്ഞാനമൊന്നും പിന്നെ വേണ്ടെന്ന്. ആരെങ്കിലും പൂജിച്ച് എളുപ്പത്തിൽ വഴിക്ക് കിട്ടാവുന്നത്. അങ്ങനെ പോയിട്ടാണ് അവസാനം ഈ ഒരു അധോഗതിയിൽ എത്തിയത് നമ്മൾ. ഇനിയും നമ്മൾ അതേ ചരിത്രം ആവർത്തിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴാണെങ്കിലും ഇനിയുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ വെക്കുന്ന ഒരു ചുവട് പിഴയ്ക്കാത്ത ചുവടുകളായിരിക്കണം. പക്ഷെ ഞാൻ അതുകൊണ്ട് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. കാര്യം ആ അവസ്ഥയിലേക്ക് നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. ഈ അഷ്ടാംഗമാർഗത്തിന്റെ ഓർഡറിന്റെ അകത്ത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് സമ്മദിത്തിയാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റായ ഓർഡറിന്റെ അകത്ത്. ശരിയായ ഓർഡറിന്റെ അകത്ത് സമ്മവാച, സമ്മഗമം. തെറ്റായ ഓർഡർ കാണുമ്പോൾ ആദ്യമേ സമ്മദിത്യ കൊടുക്കണം. ശരിയായ ദൃഷ്ടി, ശരിയായ ഉൾക്കാഴ്ച, ശരിയായ അണ്ടർസ്റ്റാൻഡിങ്. ആ അർത്ഥത്തിലല്ല അവരത് പറയുന്നത്. അവർ പറയുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിൽ വേണം. അതല്ലല്ലോ അതിന്റെ അർത്ഥം. ഈ ശരിയായ ഉൾക്കാഴ്ച, ശരിയായ ഓർഡറിൽ സമ്മദിത്തി എന്ന് പറയുന്നത് 7ാമത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തെ 6 സ്റ്റെപ്പുകളും ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്കുള്ള നമ്മളുടെ ഉൾക്കാഴ്ച കിട്ടത്തുള്ളൂ. നമുക്ക് 4 സതിപത്ഥാനങ്ങളെ നിരന്തരം ഒബ്സർവ് ചെയ്യണം. 4 സതിപത്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം, പിന്നെ നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ ചിത്തം, പിന്നെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്സ്, വേദനകൾ, സംവേദനകൾ, പിന്നെ അതിനുശേഷം മനസ്സിനകത്ത് ഉണ്ടാകുന്ന അതിനോടുള്ള ഇഷ്ടാനിഷ്ടത്തിന്റെ പ്രതികരണത്തിന്റെ സ്വഭാവം, മെന്റൽ ഫോർമേഷൻസ്, സംഘാരങ്ങൾ. ഈ 4 കാര്യങ്ങളെ നമ്മൾ നിരന്തരം ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ 5 ഉപാദാന ഖണ്ഡങ്ങളെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ച കിട്ടുന്നത്. ആ ഉൾക്കാഴ്ച അത് ആദ്യം എങ്ങനെ കിട്ടാനാണ്? അത് കിട്ടാൻ വേണ്ടിയാണ് ഈ പ്രയത്നം മുഴുവൻ പ്രയത്നിക്കുന്നത്. നിന്റെ ഉള്ളിലുള്ള അച്ഛത മാറി നിനക്ക് അറിവുള്ളവനായി ജ്ഞാനമുള്ളവനായി മാറുന്നത് എപ്പോഴാണ്? ഈ സമ്മദിത്തി, ശരിയായ ഉൾക്കാഴ്ച, ശരിയായ ഇൻസൈറ്റ്, ശരിയായ അണ്ടർസ്റ്റാൻഡിങ്, ശരിയായ വ്യൂ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പ്രയത്നം മുഴുവൻ. ആ സമയത്ത് മാത്രമാണ് നമ്മൾ ബോധോദയത്തിലെത്തുന്നത്. എൻലൈറ്റൻമെന്റ്, ഉള്ളിലേക്ക് വെളിച്ചം കയറുന്ന ആ സമയത്താണ്. അത് ആദ്യമേ എങ്ങനെ കിട്ടും? എന്ത് ചെയ്തിട്ട് ആദ്യമേ കിട്ടും? അത് അഷ്ടാംഗ മാർഗത്തിന്റെ ഓർഡറിനകത്ത് പ്രശ്നമില്ലെന്ന് പറയുന്നവൻ ഇതിന്റെ ഉത്തരം പറയാം. എങ്ങനെ അത് ആദ്യമേ കിട്ടും? ആദ്യമേ കിട്ടിയെങ്കിൽ പിന്നെ ബാക്കിയുള്ള 7 സ്റ്റെപ്പ് എന്തിനാണെന്ന്. ഓരോരോ ഘട്ടമായിട്ട് ആനപാനസതി ചെയ്തു. അതിനുശേഷം നമ്മുടെ ശ്വാസത്തിന്റെ സ്പർശത്തെ ശ്രദ്ധിച്ചു. ആ വേദന ഉപാസനയിൽ നിന്നും നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ഫീലിങ്സിനെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോയി. അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന 5 ഉപാദാന ഖണ്ഡങ്ങളെ പറ്റിയുള്ള കൃത്യമായ നമുക്കൊരു നോളജ് നമുക്ക് കിട്ടുന്നത്. അതൊന്നും വേണ്ട. ആദ്യമേ സമ്മദിത്തി എങ്ങനെ കിട്ടും? ആർക്ക് കിട്ടും? അത് ചെയ്തു പഠിച്ച ഒരാൾ ഇങ്ങനെ പറയില്ല മറുപടി. അത് കുഴപ്പമില്ല എന്ന് പറയില്ല. കാരണം ചെയ്യുമ്പോ അങ്ങനെ കിട്ടില്ല. ആദ്യത്തെ 6 അതായത് ശീലങ്ങളെല്ലാം കറക്റ്റാക്കി, പിന്നെ സമ്മാവിരിയോ എഫേർട്ട് എടുത്ത് ആനപാനസതി ചെയ്യണം. അതിനുശേഷം സതി 4 സതി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് ഏകാഗ്രത കിട്ടണം. അതിനുശേഷമാണ് നമുക്ക് ഇതെല്ലാം കിട്ടി വരാതെ ഒന്നും നമുക്ക് ആദ്യമേ സമ്മതിച്ച് ചുമ്മാ എടുത്തങ്ങ് തരികയല്ല ആരും. കിട്ടത്തില്ല. അഷ്ടാംഗമാർഗത്തിന്റെ ഓർഡർ കുഴപ്പമില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? തെറ്റെഴുതിയ തെറ്റ് തന്നെയാണ്. ആദ്യമേ എങ്ങനെ സമ്മതിട്ട് കിട്ടും? അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാതെ വെറുതെ ആളെ കൂട്ടുക എന്ന് പറയുന്ന ഒരു ഇത് മാത്രമല്ല നമുക്കുള്ളത്. കൂട്ടുന്ന ആൾക്കാരെ ശരിയായ ദിശയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അതിനെന്താ കുഴപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇച്ചിരി മെനക്കെടണം. നമ്മൾ ഓരോരുത്തരും പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, ശരിയേത് തെറ്റെന്ന് സ്വയം ചെയ്ത് മനസ്സിലാക്കണം, എന്നിട്ട് ആൾക്കാരെ പഠിപ്പിക്കണം. അല്ലാതെ ഒരു സംഘാടക സമിതി വിളിച്ച് പെട്ടെന്ന് ഒരാളെ കൂട്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഉത്സവം നടത്തി അടുത്ത പ്രാവശ്യത്തേക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോയാൽ മാത്രം പോരാ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളും കുറച്ചാൾ കഴിയുമ്പോൾ മരിച്ചു പോകും. നമ്മുടെ അടുത്ത തലമുറ പിന്നെയും വരും. അവരും ഇതൊക്കെ തന്നെ ചെയ്യും. അവസാനം ഒരു 2 തലമുറ കഴിയുമ്പോഴത്തേക്ക് അവര് ഹിന്ദുമതത്തിന്റെ ഭാഗമായി മാറും.
നമ്മൾ അതിനു വേണ്ടിയിട്ടല്ലല്ലോ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ആ കാര്യത്തിലുള്ള ഒരു മറുപടി. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടോ? സുരേഷ് സാർ അത് ക്ലീൻ ആയിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലേ? ഹലോ. അല്ല, സാർ പറഞ്ഞതേ അത് അതിന്റെ കൃത്യതയോട് അല്ല, അജിത് സാറ് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള ഇത് മറ്റേ മുദ്രയുടെ നെഗറ്റീവ് പറയാൻ എന്നുള്ളതല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, ഇപ്പം ഞാൻ ഈ ഒരു കാര്യത്തിലും അല്ലെങ്കിൽ ഇത് നിൽക്കുന്ന ഓരോരുത്തരും ഇതിനകത്ത് നിന്ന് മാറാതെ നിൽക്കുന്നതിന്റെ കാര്യം, നമ്മൾ ഈ ചരിത്രപരമായി നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് മോശപ്പെടുത്തിയതും നശിപ്പിച്ചതും ഇപ്പോഴും ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറിച്ച് കൃത്യമായിട്ട് ബോധവാന്മാരായത് കൊണ്ടാണ് ഒരു തരത്തിലും വഴിമാറിപ്പാകുന്ന പ്രവർത്തനത്തിലോട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത്. അപ്പൊ അതിന്റെ കാരണം ആദ്യം നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുന്ന മുമ്പായിട്ട് ഈ ചരിത്രപരമായി ഈ സമൂഹത്തെ വഞ്ചിക്കപ്പെട്ടതും നശിപ്പിച്ചതും അതിന്റെ ഭീകരതവും അടിമത്തവും ഉള്ളത് കൊണ്ടാണ് ഈ നേരായ വഴിയിൽ മാത്രമേ നമ്മൾ സഞ്ചരിക്കൂ. അത് നോക്കി കണ്ടും സാറ് പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്ത് ബോധ്യപ്പെട്ട് അങ്ങനെ പോകുന്ന ഒരു കാര്യം. പക്ഷെ ഈ മറ്റേ സംവിധാനങ്ങളിൽ വരുന്നവരെ നേരെ ഇതിനകത്ത് വരികയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ചരിത്രപരമായി അവർ ആരാണെന്നോ അല്ലെങ്കിൽ അവർക്ക് മറ്റു സവർണരാൽ അട്ടിമറിയെ പറ്റിയോ ഈ സമൂഹം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചോ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു 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 മാറ്റം എന്നുള്ളത് മാത്രം എന്ന് പറഞ്ഞാൽ വേറെ ഒരു പുതിയൊരു ചാൻസ് എന്ന രീതിയിൽ മാത്രം ഉൾക്കൊണ്ട് വന്നവരാണ്. അവിടെ അവിടെ ഇവരെ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരാരാണെന്നുള്ള തരത്തിലുള്ള ഒരു ബോധം കിട്ടി ചരിത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ മാത്രമല്ലേ ഇതിനെ ഇപ്പൊ സാർ ഈ പറയുന്ന കാര്യത്തെ മുറുകെ പിടിക്കുകയും അതിനെ വഴിമാറാതെ അവർ കാത്തു സൂക്ഷിക്കാനും തയ്യാറാവുള്ളൂ. അങ്ങനെ ആ തരത്തിലോട്ട് ഇപ്പൊ സാധാരണ ഹരിദാസ് സാറിനെ പറഞ്ഞത് ബുദ്ധൻ ആദ്യം സാധാരണക്കാരുടെ ഇടയിലാണ് ഇറങ്ങി പ്രവർത്തിച്ചെന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രവർത്തനങ്ങളും ആ തരത്തിൽ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ ഇതിനെ മുറുകെ പിടിക്കാൻ പറ്റുന്ന വ്യക്തികളിലോട്ട് ഇത് ചെന്നെത്തും എന്നുള്ള ഒരു ആഗ്രഹവും പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ മറ്റവരുടെ സുരേഷിന്റെ ആ ഉദ്ദേശം മനസ്സിലായി. നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഉള്ളിലെ ഇത് മനസ്സിലായി, ആ ഇനിഷ്യേറ്റീവ് മനസ്സിലായി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ, നമുക്ക് തുടക്കത്തിലൊരു കുറച്ച് എന്താ പറയാ ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് ശരിയാക്കി എടുക്കാം. അല്ല, ഇതിപ്പോ നമ്മള് ഇപ്പം ജോലിയുള്ളവര്, പിന്നെ അതുപോലെ പിന്നെ വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്നവര്, അല്ലാതെ സർക്കാർ ജോലിയുള്ളവര്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിൽക്കുന്നവര് അവരുടെ അവരെ മറ്റു സമയത്തിന്റെ ഇടയിൽ കിട്ടുന്ന ഒരു കുറച്ച് സമയം വന്ന് ഇതിന് ചിലവാക്കി പോകുന്നത് പോലെ തോന്നുന്ന ഒരു അവസ്ഥ രൂപപ്പെടുന്നുണ്ട് കുറെ കാലം കൊണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആവശ്യമുള്ള സാധാരണക്കാരുകളിൽ എത്തിക്കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് പേരെ അങ്ങനെ ക്ഷണിക്കുന്നുണ്ട്, അങ്ങനെ എങ്ങനെ എത്തുമ്പോൾ ശരിക്കും നമ്മളെ മുറുകെ പിടിക്കാനും ഇത് സ്വീകരിക്കാനും പറ്റുന്ന ആൾക്കാർ സമൂഹത്തിൽ ഇത് ഇപ്പോഴും അറിയാതെ കിടക്കുകയായിരിക്കും. അത്തരത്തിൽ നമ്മൾ വ്യാപിപ്പിക്കണം എന്നുള്ള അർത്ഥം പറഞ്ഞത് അല്ല, വെറുതെ ആളെ കൂട്ടണം എന്ന അർത്ഥത്തിലല്ല ഞാനും പറഞ്ഞത്. അല്ല, സുരേഷല്ല അങ്ങനെ പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോ പറയുമ്പം അത് സാരമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു, ആ ആറ്റിറ്റ്യൂഡുള്ളവരുടെ കാര്യം പറഞ്ഞു. അവർക്കിപ്പം തൽക്കാലം ആൾ കൂടണം എന്നുള്ളത് മാത്രം വന്നെങ്കിൽ, പക്ഷെ അങ്ങനെ ഒരു ആൾക്കൂട്ടത്തെ നമുക്ക് കിട്ടിയിട്ടും ലോങ് ടൈമിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഇല്ലാണ്ടായി. അവര് കാരണം എനിക്ക് തന്നെ നേരിട്ടറിയാം, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ ഈ 2 സാധനം വെച്ചിട്ടുണ്ടെന്ന്. ബുദ്ധൻ്റെത് വെക്കുന്ന ബമ്പക്കരുടെ വെച്ചിന്റെ കൂട്ടത്തിൽ തന്നെ ദൈവങ്ങളെ അവർ വിളിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളെ വെക്കുന്നുണ്ട്. അതിനെ അവരുടെ മനസ്സിൽ നിന്ന് പോകാൻ അതിന് പ്രാക്ടീസ് ചെയ്ത് നോക്കാത്തവരുടെ കുഴപ്പം. സാർ ഇപ്പൊ ഈ പറഞ്ഞത് അത് നമുക്ക് ഇച്ചിരി വ്യക്തത വരാൻ വേണ്ടി ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നു. ഇത് തർക്കമോ അല്ലെങ്കിൽ അങ്ങോട്ട് സാറിനെ പഠിപ്പിക്കുന്നോ അങ്ങനെ രീതിയിൽ എടുക്കരുത്, ചെയ്തത് ഒരിക്കലും എടുക്കരുത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, സാർ നമ്മൾ ഇന്ന് ശാസ്ത്രീയ അടിമയാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നിശ്ചിത ശതമാനം വരെ ആൾക്കാർക്ക് അത് നമ്മൊരു ശാസ്ത്രീയ അടിമയാണെന്നോ അല്ലെങ്കിൽ ഒരു ഈ കാലഘട്ടത്തിൽ ആധുനിക അടിമയാണെന്നുള്ള ആ ഒരു ധാരണയിൽ അവർ എത്തിയിട്ടില്ല. അത് അറിയണമെങ്കിൽ പ്രത്യക്ഷ അടിമത്തം അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ശാസ്ത്രീയ അടിമത്തം തിരിച്ചറിയാൻ പറ്റൂ എന്നുള്ളത് ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കം പറയുന്നതാണ്. പ്രത്യക്ഷ അടിമത്തം മനസ്സിലാക്കിയ അല്ലെങ്കിൽ ചരിത്രപരമായി നമ്മൾ പ്രത്യക്ഷമായിട്ട് ഒരു അടിമയായിരുന്നു എന്നുള്ള എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഇന്നും നമ്മൾ എവിടെ നിൽക്കുന്നു, ഇന്നും ശാസ്ത്രീയ അടിമയാണെന്ന് ബോധ്യപ്പെടാൻ പറ്റുള്ളൂ.
അങ്ങനെ ഒരു ജനത, അങ്ങനെ വരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന വ്യക്തിക്ക് അവന്റേതായിട്ടുള്ള എല്ലാ ചരിത്ര വസ്തുതകളെയും, ഇപ്പൊ സാർ ഈ പറയുന്ന നമ്മുടെ തത്വശാസ്ത്രപരമായ ബുദ്ധന്റെ ധമ്മത്തെയൊക്കെ അവൻ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ മുറുകെ പിടിക്കും. കാര്യം അവൻ കൃത്യം ബോധ്യമുണ്ടോ അവൻ ആരായിരുന്നു, അവനെ എങ്ങനെ ആക്കിയതാണ്, അതിനുശേഷം ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എവിടെയാണ് ചെന്ന് എത്തേണ്ടത്, ഇങ്ങനെയുള്ള കുറേ ഉദ്ദേശങ്ങളിലൂടെയായിരിക്കും ഇവിടെ വരുന്നത്. അവ എന്ത് ചെയ്യും? ഇതിനെ 100% കാത്തു സൂക്ഷിക്കും. അങ്ങനെയുള്ള തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനത്തിന് ആക്കം കൂടുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അത് വഴിമാറിപ്പോവാനോ അല്ലെങ്കിൽ കുറെ ആളെ കൂട്ടുന്ന പരിപാടി ആവാതെ യഥാർത്ഥ അവകാശികളിൽ തന്നെ ചെന്ന് എത്തും എന്ന് ഉള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. അതിന്റെ കാര്യം ഈ മറ്റ് പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ മതി. ഇപ്പൊ തന്നെ വേങ്ങോട് അവിടെ ഉള്ളൊരു UP അനു എന്ന് പറഞ്ഞൊരു സാറുണ്ട്, അനുനാഗൻ. ആ പുള്ളിക്കാരന് സ്വന്തമായിട്ട് പെരടവും അവിടെ ബുദ്ധഭൂമിയിലും പറഞ്ഞ ഒരു ക്ഷേത്രം വരെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരും അമ്പലങ്ങളിൽ പോകുന്നവരാണ്. ഞാൻ അവിടെ നേരിട്ട് അനുഭവപ്പെട്ടു. ഞാൻ ആ പുള്ളിക്കാരത്ത് നേരിട്ട് ഒന്ന് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, സാറ് ബുദ്ധമതം സ്വീകരിച്ചതാണ്. പുള്ളി പറയണത് റിക്കാർഡിക്കലായിട്ട് ഇപ്പോഴും പുള്ളിക്കാരൻ എന്താണ് ആ ഒരു കാസ്റ്റിലാണ് അറിയപ്പെടുന്നത്. അത് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എത്ര ആഴ്ചക്ക് മുമ്പ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അപ്പോഴേ റിക്കാർഡിക്കലായിട്ട് ബുദ്ധിസ്റ്റ് ആവുള്ളൂ. ഞാൻ ചോദിച്ചാൽ അതെന്തെന്ന് വെച്ചവൻ പറഞ്ഞത്, നമ്മൾ ഒരു മതത്തിൽ നിന്ന് മാറി നിന്ന് നമ്മൾ താനെ എതിർത്ത് പറഞ്ഞാൽ അത് വർഗീയതയാവും. അപ്പൊ അതിനെ നവീകരിക്കണമെങ്കിൽ നമ്മൾ അതിനകത്തിനെ നിൽക്കണമെന്ന് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞ സൊല്യൂഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളൊരു മിസ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, സാധാരണക്കാർക്ക് അവരാരെന്നുള്ള കൃത്യ ചരിത്രപരമായ വസ്തുതകൾ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഇതിനെ 100% ഇതിനെ കാത്തു സൂക്ഷിക്കും സാർ. അതെ, അതായത് ശരിയാ, പറഞ്ഞ പോയിന്റ് കറക്റ്റാ. പ്രത്യക്ഷമായിട്ട് ഒരു ഒരു അട്രോസിറ്റി അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള വിവേചനവും ഒക്കെ ദിവസവും അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഒന്നും കൂടെ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അവരൊന്നും കൂടെ ശ്രമിക്കും. കാര്യം അവർ ദൈനംദിനം അനുഭവിക്കുന്ന കാര്യമാണ്. ശരിയാണ്, നമ്മളെക്കാളും ഒക്കെ ഒത്തിരിയേറെ അക്കാര്യത്തിൽ ഈ കാര്യത്തിൽ മുമ്പോട്ടേക്ക് പോയിരിക്കുന്നത് ഉത്തരേന്ത്യയിലുള്ള നമ്മുടെ സഹോദരങ്ങളാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഈ ജാതിയുടേതായിട്ടുള്ള അട്രോസിറ്റീസ് അവർ അനുഭവിച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ പ്രത്യക്ഷത്തിലില്ല, പക്ഷെ പരോക്ഷമായിട്ട് ഈ ജാതി നമ്മുടെ കേരള സമൂഹത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. വേറെ രീതിയില്ല. നേരിട്ട് ചിലപ്പോൾ നമ്മളോടൊന്നും പറയത്തില്ലായിരിക്കും, പക്ഷെ ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നേരിട്ട് തന്നെ പറഞ്ഞു തുടങ്ങുന്ന ഒരു അവസ്ഥ വരും. കാര്യം അത് നമുക്കറിയാം, ചരിത്രം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഏതൊക്കെ ഘട്ടത്തിലാണ് അവരെന്നെ ഫ്രീസർ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചില സാധനങ്ങളുണ്ട്, നമ്മൾ ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കേടാതില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ. പിന്നെ അത്യാവശ്യമുള്ള സമയത്ത് പുറത്തെടുത്താൽ എന്ന് പറയുന്നവരാണ് ഈ കേരളത്തിലുള്ള ആൾക്കാരുടെയും ജാതി മനോഭാവം. ഇപ്പൊ തൽക്കാലം ആൾക്കാരുമായിട്ട് നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് വരികയും നവോത്ഥാനം വരികയൊക്കെ ചെയ്യുമ്പോൾ അത് അവർ ഫ്രീസറിൽ വെക്കും. എന്നിട്ട് പിന്നെ ഇതിനെ ഇടയ്ക്ക് അത്യാവശ്യം ഒരു പരുവ് ചൂടാക്കി അവർ മുമ്പോട്ടെടുക്കുകയും ചെയ്യും. നമ്മൾ ഇച്ചിരി ദുർബലമാണെന്നാണ്, അത് വരും കുറച്ച് കഴിയും, നമ്മൾ ശരിക്കും അതിനെ പ്രതിരോധിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രത്യക്ഷത്തിലുള്ള അട്രോസിറ്റി അനുഭവിക്കുന്നവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു മനസ്സ് കൂടുതലുണ്ടാവും. പക്ഷേ എല്ലാ ആൾക്കാരും നേരിട്ട് തന്നെ അനുഭവിച്ചിട്ട് തന്നെ മാറ്റം വരുത്തണമെന്നില്ല. അതായത് ഇപ്പോ നമ്മൾ പേഴ്സണലി അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ചുറ്റുമുള്ള നമ്മുടെ ജനത വിഷമം അനുഭവിക്കുന്ന കാണാനുള്ള ഒരു കണ്ണുണ്ടെങ്കിൽ നമ്മൾ മാറ്റത്തിന് വേണ്ടി ചാടി ഇറങ്ങും. ഉദാഹരണത്തിന് ചരിത്രത്തിൽ അങ്ങനെ എത്രയോ പേരുണ്ട്. ബുദ്ധൻ തന്നെ ഒരു രാജാവിന്റെ മകനായിരുന്നു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അങ്ങനെ യാതൊരു അട്രോസിറ്റീസ് അവിടെ ഉണ്ടായിരുന്നുള്ള ആളല്ല. എന്നിട്ട് എന്തിനാ അദ്ദേഹം ജാതിക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയത്? ഒന്ന്. രണ്ടാം, മോസസ് ഫറവോന്റെ രാജധാനിയിലാണ് കളിച്ചു വളർന്നത് മുഴുവൻ. കാര്യം ചെറുപ്പത്തിലെ പുള്ളിക്കാരനെ ഒരു തോണിയിലിട്ട് മോസസിന്റെ അമ്മ പറഞ്ഞു വിട്ടിട്ട് തോണിയിൽ ഒഴുക്കി വിട്ടിട്ട് അതിനെ പിടിച്ചെടുത്തത് രാജ്ഞിയാണ്. രാജ്ഞിയുടെ അവിടെ തന്നെ, ഫറവോന്റെ അവിടെ തന്നെയാണ് അയാൾ ജീവിച്ചത്. അവിടുത്തെ കുട്ടികളുമായിട്ട് ചേർന്നാണ് ജീവിച്ചത്. ഒരിക്കലും അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു ഘട്ടത്തില് അവിടുത്തെ അടിമ വംശമായിട്ടുള്ള ജനത തന്റെ വംശമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് നേരിട്ട് അത് അനുഭവിച്ചില്ലെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്നേരത്തേക്ക് അതിന് തിരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ദേഷ്യം വരികയാണ്. ബാബാ സാഹബിന് അവസാന കാലമായപ്പോഴത്തേക്ക് എന്ത് അട്രോസിറ്റി ഉണ്ടായിരുന്നത്? അദ്ദേഹം ആദ്യം തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ ആകും. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വരുന്നത് കണ്ട ആൾക്കാർ എഴുന്നേറ്റിരിക്കുമായിരുന്നു. ഭരണഘടനയായിട്ട് അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിലേക്ക് വരുമ്പോഴത്തേക്ക് അറിയാതെ ആൾക്കാർ സീറ്റിൽ എഴുന്നേറ്റ് പോയി.
അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നീട് ആ സുഖത്തിന്റെ ഇതിലൊക്കെ അങ്ങ് ജീവിച്ചാൽ മതിയായിരുന്നല്ലോ. അല്ലെങ്കിൽ വിദേശത്ത് പോയ സമയത്ത് ഇപ്പം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇരുന്ന വൈസ് ചാൻസലറും ഒക്കെ ആകാമായിരുന്നല്ലോ ഈസി ആയിട്ട്. അത് ചെയ്തില്ല. അപ്പം നേരിട്ട് അനുഭവിക്കുന്നത് മാത്രമല്ല, ചില സമയത്ത് നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ അത് സ്വന്തം അസ്വസ്ഥത പോലെ, സ്വന്തം വിഷമം പോലെ കാണാനുള്ള ഒരു കണ്ണു വരും. അങ്ങനെ കൂടെ ഉള്ള ആൾക്കാരും കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ആ ആൾക്കാരെയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. കാരണം നേരിട്ട് അനുഭവിക്കാനായിട്ട് പോലും അവർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ നേരിട്ട് അനുഭവിച്ചില്ലെങ്കിലും എൻ്റെ ജനത മനസ്സിൽ കാണുന്ന ഒരു വിഷമത്തെ എൻ്റെ വിഷമമായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റണം. ആ ഒരു മനസ്സുണ്ടായാലും മതി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ കേരളത്തില്, ഇപ്പൊ തമിഴ്നാട്ടിലോ യുപിയിലോ നമ്മുടെ ഒരാളെ പീഡിപ്പിക്കുമ്പോഴോ, നമ്മുടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ, നമ്മുടെ ഒരാളെ ചുട്ടുകരിക്കുമ്പോഴോ, നമുക്ക് ഇവിടെ കേരളത്തിൽ ഇരുന്നാൽ നമുക്ക് വേദന തോന്നുന്ന ഒരു മനസ്സ് ഉണ്ടാവണം നമുക്ക്. അങ്ങനത്തെ ഒരു മനസ്സ് ഇല്ലാത്തവരോട് നമുക്കിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവരെ ഏത് രീതിയിലാണ് അവർ വരാനും പോകുന്നത്. പക്ഷെ അതല്ലാത്ത ആൾക്കാർ ഉണ്ടാവും നമ്മുടെ ഇടയ്ക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടെ ഇവിടെയൊക്കെ ചെതറിക്കിടക്കുകയാണ് നമ്മുടെ ആൾക്കാർ. നല്ല മനസ്സുള്ള ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ പലയിടത്തായിട്ട് കിടപ്പുണ്ട്. അവരൊരിക്കലും ഒരു കൂട്ടായ്മയുടെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ടാവത്തില്ല. അവരെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നെറ്റ്വർക്കായിട്ട് കൊണ്ടുവരണം. പിക്ക് ചെയ്ത് നമ്മൾ അവരെയൊക്കെ കൂടെ കൂട്ടി വന്നു കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഒരു ഇന്റലക്ച്വൽ ഗ്രൂപ്പ്, ഒരു തിങ്ക് ടാങ്ക് തന്നെ നമുക്കുണ്ടാവും. അങ്ങനെ അത്തരം ആൾക്കാരെ നമുക്ക് കൂടെ കൂട്ടണം. കാരണം കേരളത്തിലൊരു യുപിയിലെ പോലെ, ബീഹാറിലെ പോലെ, രാജസ്ഥാനിലെ പോലെ, അല്ലെങ്കിൽ ഗുജറാത്തിലെ പോലെ പ്രത്യക്ഷമായിട്ടുള്ള ജാതിയുടെ പെരുമാറ്റം അങ്ങനെ പെട്ടെന്ന് കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കുറെ കാലം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് കേരളത്തിൽ പിന്നോക്കം പോകാൻ പറ്റില്ല. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ചരിത്രപരമായ ഒരു ബാധ്യത നമുക്കുണ്ട്. അതെന്താന്ന് പറഞ്ഞാല്, ഇന്ത്യയിലെ ബുദ്ധമതത്തിന്റെ അല്ലെങ്കിൽ ധമ്മത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിച്ചത് ശങ്കരാചാര്യരാണ്. അയാൾ കേരളത്തിൽ നിന്ന് പോയവൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിനെ നശിപ്പിച്ചതിനകത്ത് മലയാളിക്ക് വലിയൊരു പങ്കുണ്ട്. ബുദ്ധമതത്തിനെ ഇന്ത്യ നശിപ്പിച്ചത് ശങ്കരാചാര്യർക്ക്. അതുപോലെ രണ്ടാമത് ഇന്ത്യയിൽ ഇപ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഹിന്ദു രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായത് രാമക്ഷേത്ര നിർമ്മാണമാണ്. അല്ലെങ്കിൽ രാമന്റെ വിഗ്രഹം അവിടെ കൊണ്ടുവച്ച്, രാംലല്ലയെ കൊണ്ടുവച്ച് അതിനകത്ത് അതിൽ കൂടെ ആൾക്കാരെ എടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അത് കൊണ്ടുവച്ചത്, അതിന് സപ്പോർട്ട് കൊടുത്തത് മലയാളിയായിട്ടുള്ള ഒരു നായരാണ്. അയാൾ അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു അയോധ്യയിലെ. അപ്പോ അവിടെയും ഇന്ത്യക്ക് മൊത്തത്തിലുള്ള ഒരു അടിമത്തത്തിന് മലയാളികൾ കാരണമായിട്ടുണ്ട്. ഇന്ത്യക്ക് മൊത്തത്തിലുള്ള അടിമത്തത്തിന് മലയാളികൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിമോചനത്തിനും മലയാളികൾ മുമ്പോട്ട് വരണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ചരിത്രപരമായ ദൗത്യം. അപ്പൊ കെ നായർ കാണിച്ചതും ശങ്കരാചാര്യ കാണിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ അത് മലയാളികൾ തന്നെയാണ് ചെയ്തെങ്കിൽ അതിന്റെ എന്താ പറയുക, പ്രതിപ്രവർത്തനവും അതിന്റെ പരിഹാരവും മലയാളികൾ തന്നെ മുമ്പോട്ട് ഇറങ്ങി കാണിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പഠിക്കാം. പിന്നെ തന്നെയുമല്ല, ഇന്റലക്ച്വൽ കപ്പാസിറ്റി നമുക്കുണ്ട്. നമ്മുടെ ഉത്തരേന്ത്യയിലെ ആൾക്കാരെക്കാളും നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ മലയാളിക്ക് ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി നമ്മൾക്ക് കാലങ്ങൾ കൊണ്ട്, പല പഠിത്തവും നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാവുന്ന ഒരു പാരമ്പര്യം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒരു എന്താ പറയുക, പതാകവാഹകരാകാനായിട്ടുള്ള കഴിവും അർഹതയും ഒക്കെ ഉള്ളത് നമുക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മലയാളികൾ തന്നെ ആ കാര്യത്തിൽ കൂടുതലായിട്ട് മുമ്പോട്ട് വരണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. സുരേഷ് സാറ് പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് പറയാം. അതായത് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നുള്ളതാണ് സുരേഷ് സാറ് പറയുന്നത്. ഏറ്റവും എനിക്ക് മനസ്സിലായ കാര്യം അത്. നമുക്ക് ഭാവിയിൽ നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് സമയം കുറച്ചെടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ മനസ്സിനകത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്.
നമുക്കൊരു അതായത് കാര്യം ചെയ്യാം, ഓൺലൈൻ നല്ല അല്ലാതെ താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് ഓൺലൈനിൽ ക്ലാസ്സിന് തന്നെ വെക്കാണ്. എനിക്കിപ്പോ പെട്ടെന്ന് നാട്ടിലേക്ക് വരൽ നടക്കുക, പക്ഷെ അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് നേരിട്ട് ആൾക്കാര് കാണുന്നത് പോലെ തന്നെ നമുക്ക് അല്ല, ക്ലാസ്സുകൾ ആൾക്കാരോട് കാണുമല്ലോ. സംസാരിച്ചു കഴിഞ്ഞാല് വരുന്നില്ല എന്നാണ് പിന്നെ സുരേഷ് സാർ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ അല്ല, എന്നാലും തന്നെ അനിയൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, കൂട്ടരൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉണ്ട്, അതൊക്കെ നമ്മൾ ശ്രമിക്കാം. പക്ഷെ അതല്ലാതെ ഫിസിക്കലിയും നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്ലാൻ നമുക്കുണ്ട്. അതിന് പക്ഷെ നമുക്ക് ആ കറക്റ്റ് സമയം, അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സമയവും സാഹചര്യം വരുമ്പോൾ അത് കൃത്യമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഇതിന്റെ അകത്ത് ഒരു ഈഗോയുടെ ആവശ്യമില്ല. നമുക്കത് ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈഗോ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബുദ്ധിസ്റ്റുകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളുമായിട്ട് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം ഉള്ളവരായാലും വേറൊരു വ്യത്യസ്ത രീതിയിൽ കാര്യങ്ങളിനെ കാണുന്നവരായാലും നമുക്ക് അവരുമായിട്ടൊരു ഓപ്പണായിട്ട് തന്നെ നമുക്ക് ഡിസ്കഷൻ വെക്കാം. തയ്യാറുള്ളവർ നമ്മൾ ഞാൻ ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാം. ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചിട്ട് എവിടെയാണോ നമുക്ക് കറക്ഷൻ വരുത്തേണ്ടത് നമ്മൾ കറക്ഷൻ വരുത്തി പോവുക എന്നുള്ളതാണ് നല്ലത്. അപ്പം നമുക്ക് ഓൺലൈൻ എങ്കിൽ ഓൺലൈൻ, ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർ പറയട്ടെ, അവർക്ക് പറയാനുള്ളത് നമുക്കും കേൾക്കാം, നമ്മൾ പറയാനുള്ളത് അവരും കേൾക്കട്ടെ, എന്നിട്ട് ഏതാണ് ശരി എന്നുള്ളത് അവർക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മുമ്പോട്ട് പോകാം നമുക്ക്. ഇതിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ ബേസിക്കലി ഉള്ളത് സംഘാരകളാണ്, ശീലങ്ങളാണ്. ഈ ശീലങ്ങളെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി അഷ്ടാംഗ മാർഗത്തിന്റെ ആ ശരിയായ പടവുകളിൽ നമ്മൾ ചെയ്യുന്നത് അതാണ്. അതായത് ശീലങ്ങളെ മാറ്റി നമ്മൾ പിന്നെ നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ളൊരു പരിപാടി, അതെ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ സുരേഷ് സാറ് പറഞ്ഞ പോലെ വേറൊരു ട്രാക്കിൽ കൂടി പോയി കഴിഞ്ഞാൽ അതവിടെ വീണ്ടും അവിടെ വേറൊരു ശീലം ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. അതിന് ഉണ്ടായി പോകും. അതിനെ പൊളിക്കണമെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഉള്ള അതേ സംഭവം തന്നെ, അതായത് ഹിന്ദുമതത്തിൽ ഇരിക്കുന്നവരുടെ ആ ശീലം ഉണ്ടായി വന്നതിനെ പൊളിക്കാൻ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു, അതേ കഷ്ടപ്പാട് നമുക്ക് അവിടെ അനുഭവപ്പെടുന്നു ഉള്ളൂ. അല്ലാതെ വേറെ അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായിട്ട് അറിയാത്ത ആളുകളെ കൊണ്ടുവരിക, കുട്ടികളിൽ കൊണ്ടുവരിക, പഠിക്കുന്ന കുട്ടികളിൽ അതിൽ അവരിലേക്ക് എത്തിക്കുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ഇതിനെ നമുക്കൊന്ന് കത്തിച്ചു വിടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മൾ മേലെ ഇരിക്കുന്ന പിന്നെ ഓൾറെഡി ഇതിനെ ഈ ഒരു ട്രാക്കിലേക്ക്, അതായത് തെറ്റായിട്ടുള്ള ട്രാക്കിലേക്ക് വന്ന ആൾക്കാരെ നമ്മൾ തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട്, അവരെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, തൽക്കാലം അവരെ മാറ്റി വെച്ചുകൊണ്ട് ബാക്കി ആ ട്രാക്കിൽ പെടാത്ത ആളുകളെ കണ്ടുപിടിച്ച് അവരിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അവരെ അതൊരു മൂവ്മെന്റ് ആയി വരുമ്പം മറ്റുള്ളവർ തനിയെ അതിന്റെ ട്രാക്കിലേക്ക് വന്നുകൊള്ളുന്നുണ്ട്. ഇതാണ് ആ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അല്ല, പിന്നെ നമുക്കിപ്പം ഇവിടെ തന്നെ നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം മുരളീധരൻ സാറൊക്കെ ആണെങ്കിൽ നേരത്തെ ആ പല രീതികൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് അതിനകത്തോട്ട് പോയിട്ടും ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് അത് വരുന്നില്ല, അല്ലെങ്കിൽ അത് ശരി ഇതാവുന്നില്ലല്ലോ, വർക്ക് ആവുന്നില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ തന്നെയാണ് അദ്ദേഹം ബൈ ചാൻസിൽ നമ്മളുമായിട്ട് കണക്ട് ആവുന്നത്. അപ്പം അദ്ദേഹം ഇപ്പം ആ പ്രാക്ടീസിലേക്ക് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിനൊക്കെ നല്ല വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് കറക്റ്റ് ആണെന്നുള്ള അദ്ദേഹത്തിനും അത് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഒരു ഇവോൾവ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ഇവോൾവ് ചെയ്ത് വരികയാണ്. നമ്മൾ ചിലപ്പം ചില തെറ്റുകളൊക്കെ ചെയ്ത് തന്നെയായിരിക്കും നമ്മൾ ശരിയാവുന്നത്. പക്ഷെ എന്തായാലും ഒരു ശരിയിലേക്ക് എത്തണം, എനിക്ക് എത്തിയേ പറ്റൂ എന്ന ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ നമ്മൾ എന്നായാലും ഒരിക്കലും നമ്മൾ ശരിയിലെത്തും, അതെത്തും. ഓക്കെ, നമുക്കിനിയിപ്പോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും, മുരളീധരൻ സാർ, ശോഭന മാഡം, അതെ, സജീവൻ സാറൊന്നും വേണ്ടിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാം. എന്നിട്ട് നമുക്കത് സാറേ, ഒരു മുരളീധരൻ എന്ന് പറഞ്ഞ വേറൊരു സാറിനെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ സാറിനെ പറ്റി തന്നെയാ പറഞ്ഞത്. ഓക്കെ മുരളി, രണ്ടാളും. ഓക്കെ താങ്ക്സ് സാർ. ഞാൻ ഇത് ഈ അഷ്ടാംഗമാർഗത്തിന്റെ ക്ലാസ് ശരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നത് അജിത് സാറിന്റെ ആണല്ലോ. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഇപ്പൊ നിലവിൽ ഇപ്പൊ കേരളത്തിലാണെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിസ്റ്റ് മൂവ്മെന്റുകളുടെ ഒക്കെ തകരാറ് ശരിക്കും ബോധ്യപ്പെട്ടേ.
അപ്പൊ പിന്നെ ഈ നമ്മള് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഫോളോ ചെയ്യുക, ഇത് നമ്മള് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള ആ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നിടത്ത് ഒന്നും ഇതുവരെ നമ്മള് ധരിച്ചു വെച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളല്ല പറയുന്നത്. ഇപ്പൊ ഈ അജിത് സാറ് പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട്. ഈ പ്രശ്നം അവിടെ ഉണ്ടെന്നുള്ളതും അത് എന്ത് പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പം എൻ്റെ ഓരോ മൂവ്മെന്റിലും എൻ്റെ ഓരോ വാക്കുകളിലും അത് പ്രതിഫലിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് നന്നായിട്ടുണ്ട്, റെസ്പോൺസ് നന്നായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എനിക്ക് ഈ സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വിക്കും തടസ്സങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനും സംശയങ്ങൾക്ക് മുരളീധരൻ സാറേ, ആ സംശയങ്ങൾക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ സാധനം. തുടക്കത്തിൽ സാറ് സംസാരിക്കുന്നതും അത് കഴിഞ്ഞിട്ട് സാറിന്റെ ആ ഒരു ഫ്ലോയും ആദ്യം ഒരു മടി അല്ലേ, അങ്ങനെ ഒരു ഇതുണ്ടായതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അതിന് കാരണമുണ്ട്. എന്നുവെച്ചല്ലേ, ഈ നമ്മളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും തെറ്റ് വരാതിരിക്കാനായിട്ട് ഞാൻ ഓവർ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഈ കാര്യങ്ങൾ ശരിയായിട്ട് തിരിച്ചറിഞ്ഞിട്ട് സംസാരിക്കുമ്പം ഈ തെറ്റ് വരാതിരിക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഈ സ്വാഭാവികമായിട്ട് നമ്മുടെ സംഭാഷണത്തിന്റെ ആ ഒരു വേഗത കൂടുന്നുണ്ട്. മനസ്സിലാക്കിയാണ് അത് ശരിക്കും ഈ അഷ്ടാംഗ മാർഗത്തിന്റെ ഈ ക്ലാസ് ആരംഭിച്ചതിന് ശേഷമുള്ള മാറ്റമാണ്. അപ്പൊ എനിക്ക് അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ എന്നെക്കാൾ കുറെ കൂടെ ഫാസ്റ്റായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ ഇതിന്റെ ഒരു പൊരിപ്പ് ഒരു തരി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, അവരത് ശരിക്കും നന്നാക്കി കൊടുക്കും. പിന്നെ എപ്പോഴും ഞാൻ കൂടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം ഈ സിസ്റ്റത്തിൽ നമ്മളുടെ ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ സംഭവം കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറയാറുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുദ്ധിസത്തെ കുറിച്ച് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പം ഇത് മനസ്സിലാകാത്തവരും അല്ലെങ്കിൽ ബുദ്ധിസം എന്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളവരും ഒക്കെ സഡനായിട്ട് എന്നെ തടസ്സപ്പെടുന്നുണ്ട്. അപ്പൊ ഞാനത് മനസ്സിലാക്കും. ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ വളരെ കൂളായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. അതായത് നേരത്തെയൊക്കെയാണെങ്കിൽ ഞാൻ കുറച്ച് വയലന്റ് ആയിട്ടൊക്കെ ഇതിനെ ഒപ്പോസ് എതിർക്കും, റിയാക്ട് ചെയ്യും, എതിർക്കുകയും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ അതൊരു വലിയൊരു മാറ്റമാണ്. ആ മാറ്റം നമുക്കുണ്ടാക്കുകയാണെങ്കിലേ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ ഏതാണ്ടൊരു 5-6 മാസം അജിത് സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയതെന്ന് പറയുന്നത് എൻ്റെ 59 വയസ്സായല്ലോ. ഒരു 58 വയസ്സിൽ കിട്ടാത്ത കാര്യമാണ് ഈ 1 വർഷം കൊണ്ടൊക്കെ അല്ലെങ്കിൽ 5-6 മാസം കൊണ്ട് കിട്ടുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നമ്മളില് ചില കാര്യങ്ങൾ സ്പീഡാക്കും, നമ്മളെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മാറ്റമൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു സാർ. എല്ലാത്തിനും നന്ദി. താങ്ക് യു. പിന്നെ നമ്മളൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയെ നമുക്കൊന്ന് സ്പീഡാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇനിഷ്യലി നന്നായിട്ടൊന്ന് പുഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ നീക്കി തള്ളി ഒന്ന് ഉരുട്ടി കൊണ്ടുവരുവാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അതിന് സ്പീഡായി കഴിയുമ്പോൾ പിന്നെ അതിന് കുറെ കൂടുതൽ ആൾക്കാർ വരികയും കൂടുതൽ സംഭവം ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇതായിട്ട് അത് പോകും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സുരേഷ് പറയുന്നതിന്, സുരേഷിന്റെ ആ വേവലാതി, ആ വിഷമം പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. അതായത് നമുക്ക് അങ്ങനെ എത്തിക്കണം എന്നുള്ളതിന്റെ ആ ഒരു ഉദ്ദേശത്തിലാണ് സുരേഷ് ഇത് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ വേണമെങ്കിൽ പറയാം. അപ്പം നമുക്കിനി അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾക്കാരുടെ ഒരു നല്ലൊരു നിര വന്നു കഴിയുമ്പോൾ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും, എളുപ്പം. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് സഹായിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് ആക്കിയെടുക്കാം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയായിരുന്നു തോന്നുന്നു. ഒരു റൗണ്ട് നമ്മൾ വന്നു പോയത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു പൂർണ്ണ ഒരു സമ്മറി ഈ പോലെ സാർ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ച അജിത് കുമാർ സാറിന് നന്ദി. അതുപോലെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്നിരുന്നവർക്കും കേട്ടിരുന്നവർക്കും സംസാരിച്ചവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് അടുത്ത ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്.
എന്തായാലും നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ എൻ്റെ മെസ്സേജ് ഇടുന്നുണ്ട്, എല്ലാവർക്കും വായിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ജയ് ഭീം. നമോ ബുദ്ധായ.